Good afternoon. Good afternoon. Good afternoon, ma'am. Okay, prayer start ചെയ്തോളൂ ട്ടോ. Prayer. Dear God, thank you for this bright and joyful afternoon. Thank you for our loving teacher and our sweet friends. Fill our hearts with kindness, patience, and happiness. Help us learn new things and help one another with care. Bless our classroom with peace, love, and smiles all day. Thank you. Okay, sign in. Sign in Parata, ma'am. പറഞ്ഞു. I welcome Miss Rose Miss to our class today. And I really thanks ma'am to take our class. Thank you, ma'am. Thoughts. Thought of the day. Never think I have nothing. Never think I have everything. But always think I have something. I can achieve anything. Okay. Second group ready അല്ലേ? സെമിനാർ എടുക്കാനായിട്ട്. Yes, ma'am. Okay. Start ചെയ്തോളൂ ട്ടോ. Okay, ma'am. So good afternoon to all, respected teacher and my dear friends. Very warm welcome to you all. Today we are going to take class lesson from Unit 6, Structure of Classroom. In the sections, we are handling the topics flooring, sidewall, and blackboard, and using blackboard and how to arrange blackboard. So in the sections handled by Missy and Maya and myself, Vidya. So first of all, I welcome you, Missy, and come forward and take your part flooring and sidewall. Good afternoon, ma'am, and good afternoon all. ഫ്ലോറിംഗ് ആൻഡ് സൈഡ് വാൾ ആണ് എൻ്റെ വിഷയം. കഴിഞ്ഞ ദിവസം നമ്മൾ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ ട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ റൂഫിങ്ങിനെ കുറിച്ച് പറഞ്ഞു, വിവിധ തരം റൂഫുകളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അതില് നമുക്ക് ഏത് തരം റൂഫ് ആണെങ്കിലും എന്താ പറയുക, നമ്മുടെ തറ എന്ന് പറയുന്നത് സിമെന്റ് കൊണ്ടുള്ളതായിരിക്കും. Flooring is the general term for a permanent covering for a floor or for the work of installing such a floor covering. അതായത് തറയിൽ വിരിക്കുന്നതിനെ അല്ലെങ്കിൽ ടൈലിന് മേൽ ടൈൽ ഷീറ്റ് അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തിക്കോ അല്ലെങ്കിൽ അതിനെ തറയിൽ ഇടുന്നതിനെ പറയണതാണ് ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. വാട്ട് എവർ മേ ബി ദ റൂഫിംഗ് ഫോർ ഫ്ലോറിംഗ് ഈസ് നോർമൽ ടു ബി ഇൻ സിമെന്റ്. റൂഫ് ഏത് തന്നെ ആയാലും തറയിടുന്നത് സിമെന്റ് കൊണ്ടായിരിക്കും. ദ മഡ് ഫ്ലോറിംഗ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ബൈ കൗ ഡഗിങ്. മണ്ണ് കൊണ്ടുള്ളതാണെങ്കിൽ നമ്മളതിൽ ചാണകം മെഴുകും. അത് പക്ഷെ നമ്മുടെ വിൽ മേക്ക് ദി ലെഗ്സ് ആൻഡ് ഡ്രസ് ഓഫ് ദ സ്റ്റുഡൻസ് ഡർട്ടി. കുട്ടികളുടെ ഡ്രസ്സിലും അവരുടെ കാലിലൊക്കെ അത് അഴുക്കായിട്ട് വരും. അത് ലോട്ട് ഓഫ് പ്രോബ്ലംസ് അറൈസ് ഇൻ ഇറ്റ്. ടു മാഡം മോണ്ടിസോറി ഇൻസിറ്റ് ദ സ്റ്റുഡൻസ് സിറ്റ് ഓൺ ദ ഫ്ലോർ. ഇത് പല പ്രശ്നങ്ങൾക്കും കാരണം, കുട്ടികളുടെ കാലിൽ ചെളിയും ഉടുപ്പിൽ അഴുക്കൊക്കെ ആയി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. മാഡം മോണ്ടിസോറി പറയുന്നത് കുട്ടികൾ തറയിൽ ഇരുന്ന് പഠിക്കണമെന്നാണ്. അപ്പം എന്താ പറയാ, നമ്മൾ പേരൻസ് വിചാരിക്കുക ഒരു ചെയർ അല്ലെങ്കിൽ ബെഞ്ച് അങ്ങനെ എന്തെങ്കിലും ഒരു ഫർണിച്ചർ ഐറ്റംസ് ആയിരിക്കും ക്ലാസ് റൂമിന് നല്ലതെന്നാണ് പേരൻസിന്റെ ഒപ്പീനിയൻ. പക്ഷെ മാഡം മോണ്ടിസോറി പറഞ്ഞത് കുട്ടികൾക്ക് തറയിലിരുന്ന് പഠിക്കണം, അതാണ് നല്ലത് എന്നാണ്. പക്ഷെ അതിനുള്ള ഈ ഫർണിച്ചർ കിട്ടാനും ആ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ടീച്ചർമാർ എന്ത് ചെയ്തു, അതിന് പകരമായിട്ട് ഫ്ലോറിൽ ഒരു മാറ്റോ അല്ലെങ്കിൽ കാർപ്പറ്റോ വിരിക്കും. അതിനെയാണ് നമ്മൾ ഫ്ലോറിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഫ്ലോറിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന പറയുന്നതാണ് എന്താ ഫ്ലാറ്റ് ആയത് സ്മൂത്ത് ആയിട്ടുമുള്ള പ്രൊഡക്റ്റുകളായിരിക്കും നമ്മൾ കൂടുതലും മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഫ്ലോറിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്.
അത് എളുപ്പത്തിൽ വൃത്തിയാക്കുന്നതിനും എടുത്ത് സൂക്ഷിക്കുന്നതിനും എടുത്തു വെക്കുന്നതിനും ഒക്കെ ആയിട്ട് പറ്റുന്നതായിരിക്കും. പിന്നെ കുറെ കാലം ഈട് നിൽക്കുന്നതായിരിക്കും. ഇത് ഒരു ഡിഫൈൻഡ് ഏരിയ, അതായത് കുട്ടികൾക്ക് ആക്ടിവിറ്റികൾ ചെയ്യുന്നതിനായിട്ടും അല്ലെങ്കിൽ അവർക്ക് ഇരിക്കുന്നതിനായിട്ടും ഒരു ഏരിയയിൽ മാത്രമായിട്ട് വിരിക്കുവാണെങ്കിൽ കുട്ടികളുടെ ആക്ടിവിറ്റികൾ ചെയ്യുന്നതിനും ആയിട്ട് സഹായിക്കും. അവർക്കതൊരു എന്താ പറയാ കംഫർട്ട് സോൺ ആയിരിക്കും അത്. പിന്നെ കുട്ടികൾക്ക് കംഫർട്ടായിട്ട് ഇരിക്കുന്നതിന് ഈ മാറ്റ് അല്ലെങ്കിൽ റെക്സ് നല്ലതാണ്. ഫ്ലോറിങ്ങിനെ കുറിച്ച് മനസ്സിലായോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മനസ്സിലായോ? എടാ, ആ ഫ്ലോറിങ്ങിന്റെ ആ പ്രോസസ്സിന് പറയുന്ന പേരെന്തുവാ? ഒരു പേരിപ്പൊ പറഞ്ഞില്ല, എനിക്ക് കട്ടായി. ഫ്ലോറിംഗ് ഈസ് ദ ജനറൽ ടേം ഓഫ് എ പെർമനന്റ് കവറിംഗ് ഓഫ് ദ ഫ്ലോർ. അതായത് ഒരു തറയില് ആയിട്ട് ഇടുന്ന, അതായത് ടൈലാവാം അല്ലെങ്കിൽ ടൈൽ ഷീറ്റോ അതല്ലെങ്കിൽ എന്തെങ്കിലും നമ്മള് സാധാരണ നമ്മുടെ തറയിലൊക്കെ സിമെന്റ് ആയിരിക്കുമല്ലോ, അതിന് പകരമായിട്ട് നമ്മൾ ടൈലോ ഇരിക്കാനോ അല്ലെങ്കിൽ ടൈൽ ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന പ്രവർത്തിക്കോ ആ ചെയ്യുന്നതിനൊക്കെയാണ് ഫ്ലോറിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം മോണ്ടിസോറി ക്ലാസ് റൂമിലാണെങ്കിൽ എന്താ പറയാ, ഇപ്പൊ മിക്ക സ്കൂളുകളിലും ഇങ്ങനെ ടൈലൊക്കെ ഇട്ട ക്ലാസ് റൂമുകളായിരിക്കുമല്ലോ, അല്ലെങ്കിൽ സിമെന്റ് ആയിരിക്കും. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇരിക്കുന്ന ഓരോ ആക്ടിവിറ്റികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ മേലെ ഒരു മാറ്റ് അല്ലെങ്കിൽ കാർപ്പറ്റ് അത് വിരിക്കുന്നതിനാണ് ഫ്ലോറിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ. താങ്ക് യു. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അടുത്തെടുക്കട്ടെ. നെക്സ്റ്റ് അടുത്തത് സൈഡ് വാൾ ആണ്. അതിൽ ഫോർ ഇന്ത്യൻ അറ്റ്മോസ്ഫിയർ ദാറ്റ് ടു ജനറലി ഇൻ പ്ലെയിൻസ് the fully covered that too with the closed door type of classrooms are not advisable. Specifically for the primary and pre-primary classes the parapet wall is enough. അതായത് നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മൾ പഠിച്ച ക്ലാസ് റൂം ആണെങ്കിലും ഇപ്പൊ നമ്മുടെ മക്കൾ പഠിക്കുന്ന ക്ലാസ് റൂമുകളൊക്കെ ആണെങ്കിലും ഒരു അടച്ചു മൂടിയ രീതിയിലാണ്. അതിൽ വാതിൽ അടച്ചിടും, ജനലൊക്കെ അടച്ചു മൂടി ഇട്ട് പിന്നെ ഷെൽഫ് ഒക്കെ ആയിട്ടായിരിക്കും. പക്ഷെ പ്രീ പ്രൈമറി അല്ലെങ്കിൽ ക്ലാസ്സുകൾക്ക് ഓപ്പൺ എയർ ആയിട്ടുള്ള, അതായത് കുറച്ചും കൂടി വായുസഞ്ചാരമുള്ള രീതിയിലുള്ള ക്ലാസ് റൂമുകളാണ് നല്ലത്. അതിൽ സൈഡ് വാൾ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഷെൽഫുകൾ പോലെ വലിയ പൊക്കത്തിലൊന്നും ആയിരിക്കരുത്. സൈഡ് ഭിത്തിയിൽ നമ്മൾ ചെറിയ പാരപ്പറ്റ് പോലെ, അതായത് എന്താ പറയാ, കുട്ടികൾക്ക് അവരുടെ പഠനോപകരണങ്ങൾ, ആക്ടിവിറ്റി ചെയ്യാനുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ അവരുടെ ബുക്കുകള് അങ്ങനെയുള്ളതൊക്കെ എടുത്തു വെക്കുന്നതിനും അത് എടുത്ത് ഉപയോഗിക്കുന്നതിനും ഉപയോഗശേഷം തിരിച്ചെടുത്ത് വെക്കുന്നതിനും കഴിയുന്ന രീതിയിലുള്ള ഷെൽഫ് പോലെയുള്ളതൊക്കെ ആയിരിക്കണം വേണ്ടത്. അതിൽ ഒരുപാട് വലിയ ബ്രൈറ്റ് ആയിട്ടുള്ള കളറുകൾ ഉപയോഗിക്കുന്നില്ല. പിന്നെ അവരുടെ കയ്യെത്തും ദൂരത്ത് അത് അവർക്ക് എടുത്ത് ഉപയോഗിക്കാനും എടുത്ത് വെക്കുന്നതിനുമായിട്ട് എന്താ നമ്മുടെ ഈ ഫ്ലോറിങ് ചെയ്യുന്ന അതിന്റെ ഒപ്പം തന്നെ അതിന്റെ അടുത്തായിട്ടായിരിക്കും. അപ്പൊ അവർക്ക് പെട്ടെന്ന് തന്നെ അത് എടുക്കാനും തിരിച്ചെടുത്ത് വെക്കുന്നതിനൊക്കെ ആയിട്ട് സഹായിക്കും. മനസ്സിലായോ? അതാണ് ഫ്ലോറിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല സോറി, സൈഡ് വാള് നമ്മുടെ പോലത്തെ വലിയ ഷെൽഫുകളോ അടച്ചു പൂട്ടിയിട്ടുള്ള ഷെൽഫൊന്നും അല്ല, ഓപ്പൺ ആയിരിക്കും. അത് കുട്ടികൾക്ക് അവരുടെ സാധനങ്ങൾ എടുത്തു വെക്കുന്നതിനും അതെടുത്ത് ഉപയോഗിക്കുന്നതിനും ഒക്കെ ആയിട്ട്, അപ്പം ഒരു ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞിട്ട് ആ സാധനങ്ങൾ കുട്ടികൾക്ക് തന്നെ കൊണ്ടുവയ്ക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഷെൽഫ് പോലത്തെയൊക്കെ ആയിരിക്കും. അതിന് ഒത്തിരി കളറുകൾ, വലിയ ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ആയിരിക്കില്ല. അതിന് നമ്മൾ സൈഡ് വാൾ ആണോ പറയുന്നത് അതോ ഷെൽഫ്, നോർമൽ ഷെൽഫ് ആണോ ഉദ്ദേശിക്കുന്നത്? നമ്മള് ഇപ്പൊ ഒരു റൂമിന് സൈഡ് വാൾ ഉണ്ടാവുമല്ലോ, സൈഡ് വാൾ വെച്ച് കവർ ചെയ്യുന്നല്ലേ പറയുന്ന സൈഡ് വാളിന്? സൈഡ് വാൾ എന്നുകൊണ്ട് എനിക്ക് മനസ്സിലായത് ഇതാണ്. നമ്മള് സാധാരണ നഴ്സറി സ്കൂളിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ പിക്ചറുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ടാവുമല്ലോ, ചാർട്ടുകളൊക്കെ. ബുള്ളറ്റിൻ ബോർഡ് ആണോ പറയുന്നത്? എന്തോ ബുള്ളറ്റിൻ ബോർഡ്? നോട്ടീസ് ബോർഡ് അതല്ല. ഇപ്പൊ നമ്മുടെ സ്കൂളുകൾ ക്ലാസ് റൂമിലൊക്കെ ആകുമ്പോൾ ഷെൽഫ് ഉണ്ടാവും, പിന്നെ ഒരു വാതില് ജനലൊക്കെ അടച്ചു മൂടിയ രീതിയിലായിരിക്കുമല്ലോ. പരമ്പരാഗതമായിട്ട് ക്ലാസ് റൂമുകൾ അങ്ങനെയായിരിക്കും.
പക്ഷെ മോണ്ടിസോറി ക്ലാസ് റൂമുകളിൽ കുറച്ചും കൂടി ഓപ്പൺ എയർ, അതായത് കുട്ടികൾക്ക് എന്താ നോർമൽ ലൈറ്റ് തന്നെ ആകണം എന്നുള്ള രീതിയിലാണ് മാഡം മോണ്ടിസോറി പറയുന്നത്. അപ്പൊ അതിന്റെ ഷെൽഫുകൾ എന്ന് പറയുമ്പോൾ അങ്ങനെ അടച്ചു പൂട്ടിയ രീതിയിലാവില്ല. അടച്ചതാണെങ്കിലും കുട്ടികൾ പോയി തുറക്കുക അടക്കുക ചെയ്യുമ്പോൾ കൈയൊക്കെ കുടുങ്ങാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ ഇതില് ചെറിയ പാരപ്പറ്റ് മാതിരി, അതായത് ചെറിയ ഷെൽഫ് എന്നുവെച്ചാൽ കുട്ടികളുടെ പൊക്കത്തിനനുസരിച്ചുള്ള ഒരു ഇത്. ഞാനൊരു Open picture shelf ആയി. എടുക്കാൻ പറ്റും. ഓപ്പൺ ഷെൽഫ് ഒരു 3-4 അടി പൊക്കത്തിൽ അതിങ്ങനെ നമ്മള് ഭിത്തിയോട് ചേർത്തി വെക്കുന്നു. അതാണ് സൈഡ് വാൾ കൊണ്ട് എനിക്കിതിൽ മനസ്സിലായത് എങ്ങനെയാണ്. മാം അങ്ങനെയല്ലേ? പറഞ്ഞോളൂ. പോയിന്റ് ഇത്രേ ഉള്ളൂ. ചേട്ടൻ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഇപ്പൊ വലിയൊരു ഹോള് പോലെ അതിനെ രണ്ടായിട്ട് വിഭജിക്കണ പോലെ ചെറുതായിട്ട് പാരപ്പറ്റ് രൂപത്തിൽ കൊടുക്കണേനെയാണോ സൈഡ് വാൾ എന്ന് പറയുന്നത്, അതോ ഷെൽഫാണോ? അല്ല, നമ്മള് ഭിത്തിയോട് ചേർത്തിട്ട് നമ്മളൊരു വലിയ ഹോളിനെ രണ്ടാക്കി ഭാഗിച്ചാലും അത് കുട്ടികളുടെ മേത്തേക്കൊക്കെ വീഴാൻ ചാൻസ് ഇല്ലേ ചെറുതാക്കിയാലും. അപ്പൊ ഇത് ഭിത്തിയോട് നമ്മൾ പണ്ടൊക്കെ സ്കൂള് പഠിക്കുമ്പോഴൊക്കെ വലിയ ഹോള് പോലെയുള്ള ക്ലാസ്സുകൾ അതില് ചെറുതായിട്ട് ഇങ്ങനെ മതില് പോലെതായിട്ട് സെപ്പറേറ്റ് ആക്കൂലോ. അതല്ല എനിക്ക് ഇതിലും കിട്ടിയത് ഇങ്ങനെയാണ്. ഷെൽഫ് പോലെ നമ്മൾ ചെറുത് ഭിത്തിയോട് ചേർത്ത് വെക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാട്ടോ. എന്റെ പിക്ചർ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടാവേ, എനിക്ക് അതിന്റെ പ്രിന്റ് എടുക്കാൻ പറ്റിയില്ല. മനസ്സിലായോ നിങ്ങൾക്കത് എന്താ പറഞ്ഞെന്നുള്ളത്? ഡൗട്ട് ഉണ്ടോ? ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു മോണ്ടിസോറി സ്കൂൾ ഉണ്ടായിരുന്നു. അവര് ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് മോണ്ടിസോറി അറ്റ്മോസ്ഫിയർ ഒരുക്കിയിരുന്നു. മോനൊക്കെ പഠിച്ചിരുന്നു PKG പഠിക്കുമ്പോൾ. അപ്പൊ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ശരിക്കും ഇങ്ങനെ തന്നെയായിരുന്നു. നല്ല വെളിച്ചാണ് ക്ലാസ്സിൽ, ഇങ്ങനെ ഇരിപ്പിടമൊന്നും ഇല്ല, ഫുള്ള് ഫ്രീ ആയിട്ടാണ്. കുട്ടികളെ നിലത്തിരിക്കും, എവിടെ വേണമെങ്കിൽ ഇരിക്കും, അങ്ങനെയായിരുന്നു. അവിടെയും അവർക്ക് ഇങ്ങനെ സെൽഫായിട്ട് അവര് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സൈഡ് വാളും കാര്യങ്ങളൊക്കെ അവര് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതില് സൈഡ് വാൾ ഇങ്ങനെയായിരുന്നു. വാള് അല്ല, സൈഡ് വാള് സാധാരണ പോലെ തന്നെ ആയിരുന്നു. എന്നാലും കുട്ടികൾക്കുള്ള ഷെൽഫ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഈ പറഞ്ഞ പോലെ. അവരുടെ തിങ്സ് ഒക്കെ അവർക്ക് തന്നെ എടുത്തു വെക്കാനും. പറ്റുകയാണെങ്കിൽ എല്ലാവരും ഇങ്ങനത്തെ മോണ്ടിസോറി സ്കൂളുകൾ വിസിറ്റ് ചെയ്താൽ പറയുന്നത് കുറച്ചും കൂടി ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഓപ്പൺ ഷെൽഫ് പോലെയാണോ? എന്തോ ഈ ഓപ്പൺ ഷെൽഫ് പോലെയാണോ ഈ പറഞ്ഞത്? മാം ഞാനൊന്ന് പറയട്ടെ. നമ്മുടെ റൂമുകളിലൊക്കെ ഇപ്പൊ നമ്മൾ കബോർഡ് സെറ്റ് ചെയ്യത്തില്ലേ, ഈ കബോർഡിനകത്ത് ഡോർ ഇല്ലാതെ കുഞ്ഞുങ്ങളുടെ ഹൈറ്റിൽ നിൽക്കുന്ന തരത്തിലുള്ള ഒന്നാണ് ഇപ്പൊ പറഞ്ഞത്. അതിന് ഡോറ് കാണത്തില്ല, ഇങ്ങനെ 1-3 തട്ടായിട്ടായിരിക്കും. ഇങ്ങനെയാണോ? കാണാൻ വയ്യ. ഏകദേശം ഈ രീതിയിലാണ്. ഇതാണോ ഉദ്ദേശിച്ചത്? ഇതുപോലെ തന്നെയാ. നമ്മൾ അഡീഷണൽ ബിൽഡിങ്ങിൽ അത് ചെയ്യിക്കുന്നതാണ്, മാനേജ്മെന്റിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണ്. സാധാരണ റൂമുകൾക്കൊക്കെ ഷെൽഫും ഡോറും ഒക്കെ ആയിട്ടാണല്ലോ വരുന്നേ. മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഈ രീതിയിലായിരിക്കും. ഓക്കെ, താങ്ക് യു മാം. എന്റെ ടോപ്പിക് കഴിഞ്ഞു. അടുത്ത ടോപ്പിക് എടുക്കുന്നതിനായിട്ട് മായ ബ്ലാക്ക് ബോർഡ് മായനെ ക്ഷണിക്കുന്നു. Thank you, Nessie. Good afternoon, dear teacher, and good afternoon, my dear friends. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മെറ്റീരിയലാണ് ബ്ലാക്ക് ബോർഡ്. നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മളത് കാണാത്തതായിട്ടും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാത്തവരായിട്ടും ആരും തന്നെ കാണത്തില്ല. നമ്മുടെ കുഞ്ഞുനാളി മുതലേ നമുക്ക് ബ്ലാക്ക് ബോർഡ് എഴുതാനും, പിന്നെ എന്താ പറയുന്നത്, സ്കൂൾ വിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മൾ തന്നെ ഒരു സാരിയൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഷാളൊക്കെ ഇട്ടിട്ട് ബ്ലാക്ക് ബോർഡ് എന്തെങ്കിലും മതിലിലൊക്കെ വെച്ചിട്ട് ചോക്ക് പീസൊക്കെ വെച്ചിട്ട് നമ്മൾ എഴുതാൻ ശ്രമിക്കാറുണ്ട്. അപ്പം നമുക്ക് ബ്ലാക്ക് ബോർഡ് നിങ്ങളെല്ലാവരും ഒരു ക്ലാസ് റൂമിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. അവിടെ നിങ്ങൾ കാണുന്ന എന്താ? ടീച്ചറുണ്ട്, ഡെസ്ക് ഉണ്ട്, ബെഞ്ചുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്ന എന്താ? ടീച്ചറിനെ പോലെ തന്നെ എന്താ? ബ്ലാക്ക് ബോർഡ്. ബ്ലാക്ക് ബോർഡ് കണ്ടല്ലോ എല്ലാവരും? ഇനി തുടങ്ങാം. Blackboard seminar is a type of seminar or presentation conducted using a blackboard instead of digital tools like PowerPoint. The presenter explains a topic by writing points, drawing diagrams, and illustrating concept on the blackboard. Key features: use a blackboard for explanation
No electronic or digital aids required. Encourage direct interaction with the audience and student. Simple and traditional method of teaching. Advantages: help in better understanding of concept, improving communication and presentation skills, increase students participation, cost effect and easy to organize conclusion. അതായത് ബ്ലാക്ക് ബോർഡ് നമ്മൾ യൂസ് ചെയ്യുമ്പം എന്താ നമുക്ക് എന്താ കാണാൻ കഴിയുന്ന എന്താ ടീച്ചർമാർ നമ്മൾ എന്തെങ്കിലും പഠിപ്പിക്കുവാണെങ്കിൽ നമുക്ക് നേരിട്ടത് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ നമ്മളെ കൊണ്ട് എഴുതിപ്പിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ എല്ലാവർക്കും മനസ്സിലാക്കാനും അത് മാറ്റി ക്ലിയർ ചെയ്യാനും പറ്റും. അപ്പൊ ഇന്ററാക്ഷൻ ആണ് അത് മെയിൻ ആയിട്ട് പറയുന്നത്. നേരിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പം തന്നെ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. ടീച്ചർമാർ ബ്ലാക്ക് ബോർഡിൽ എഴുതി അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം ചിത്രങ്ങൾ വരയ്ക്കുമ്പം ഡയഗ്രങ്ങൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെയോ നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന രീതിയാണ് എന്താ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത്. വളരെ വളരെ പഴയ കാലത്ത് ബ്ലാക്ക് ബോർഡ് ഒന്നും ഇല്ലായിരുന്നു. സാർമാർ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അത് കേട്ടിരുന്നെയാണ് പണ്ട് ശാസ്ത്രം പറയുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്കൂൾ എന്ന കൺസെപ്റ്റ് വന്ന നാൾ മുതൽ ഉള്ളതാണ് എന്താ ബ്ലാക്ക് ബോർഡ്. ഇതിലൂടെ നമുക്ക് ചിത്രങ്ങളൊക്കെ എഴുതിയിട്ട് എന്താ ഡയഗ്രമുകളൊക്കെ വരച്ച് നമ്മൾ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്നത്തെ പോലത്തെ പവർ പോയിന്റുകളും ഡിജിറ്റൽ ടൂൾസ് ഒന്നും അന്ന് ഇല്ലായിരുന്നു. കൈകൊണ്ട് തന്നെ വരച്ച് എന്താ വിഷയത്തെ പറ്റി കൂടുതൽ പഠിക്കാനായിട്ട് വിദ്യാർത്ഥികളെ സഹായിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ അധ്യാപകനും വിദ്യാർത്ഥികളും തമ്മിലൊരു ഇന്ററാക്ഷൻ, അതായത് ഒരു ബന്ധം, ഒരു ഇടപെടൽ എന്താണ് വളരെ ദൃഢമാകുകയാണ്. നമുക്ക് എണീറ്റ് നിന്ന് ചോദിക്കാം ഇതെന്താണ്, അല്ലെങ്കിൽ തെറ്റാണല്ലോ അത്, അല്ലെങ്കിൽ നമ്മളെ ടീച്ചർമാർ ഇങ്ങനെ ബ്ലാക്ക് ബോർഡിലേക്ക് പ്രത്യേകിച്ച് മാത്സ് ഒക്കെ ചെയ്യാൻ വിളിക്കുമ്പോൾ നമുക്ക് ചെറിയ ഭയവും തോന്നാറുണ്ട് അല്ലേ. മിസ്സുമാരില്ലാത്തപ്പോൾ നമ്മളത് എന്താ നന്നായിട്ട് കൈകാര്യം ചെയ്യാറുണ്ട്. ബ്ലാക്ക് ബോർഡിൽ പടം വരയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ബ്ലാക്ക് ബോർഡ് നമുക്ക് ഏത് വ്യക്തിയുടെ ആയാലും ഇല്ലേ, നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന സ്കൂളിൽ പോയിട്ടുള്ള അല്ലെങ്കിൽ സ്കൂളിൽ പോവാത്തതായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താ ബോർഡിനെ പറ്റിയിട്ട്. നമുക്ക് വീട്ടിലും ഇപ്പൊ സെറ്റ് ചെയ്ത് പഠിക്കാറൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങളില്ലേ. ഇത് പരമ്പരാഗതവും ഫലപ്രദവുമായൊരു പഠന മാർഗമാണ്. വിദ്യാർത്ഥികളുടെ ചിന്താശേഷിയും അവതരണ കഴിവും വർദ്ധിക്കാൻ എന്താണ് ഈ ബ്ലാക്ക് ബോർഡ് സഹായിക്കുന്നു. മനസ്സിലായാലും കൂട്ടുകാർക്ക് ബ്ലാക്ക് ബോർഡ് എന്താണ്? ബ്ലാക്ക് ബോർഡ് നമുക്ക് എല്ലാവർക്കും എന്താ നന്നായിട്ട് ഇന്ററാക്ഷൻ ചെയ്ത് വിദ്യാർത്ഥികളുമായിട്ടും കുട്ടികളൊക്കെ ആയിട്ട് നന്നായിട്ട് പഠിച്ച് നമ്മുടെ കഴിവൊക്കെ നമുക്ക് പറയാം, തെറ്റുന്നത് പറയാം, എഴുതുന്നത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് എഴുതാൻ അറിയത്തില്ലെങ്കിൽ തന്നെ നമുക്ക് എന്താ ടീച്ചർമാർ ബോർഡിൽ എഴുതിയിടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. പ്രത്യേകിച്ച് ഇംഗ്ലീഷും മാത്സ് ഒക്കെ നമ്മളിങ്ങനെ നോക്കി എഴുതാൻ ഭയങ്കര സന്തോഷമില്ലേ. അതൊക്കെയാണ് നമ്മൾ എന്താ പിന്നെ ടീച്ചർമാർ പോയി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അതുമായിട്ട് ശ്രമിക്കാറുണ്ട്. എന്താ ബ്ലാക്ക് ബോർഡ് വെച്ചിട്ട് നമ്മൾ തന്നെ ടീച്ചറും കുട്ടികളായിട്ട് കളിക്കാറുണ്ട്. അപ്പം ബ്ലാക്ക് ബോർഡിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താ, നമുക്ക് നല്ല ഇന്ററാക്ഷൻ ആയിട്ട് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാനും കഴിയുന്നുള്ളത്. ഇപ്പം ഇന്ന് സെവറൽ ടൈപ്പ് ഓഫ് ബ്ലാക്ക് ബോർഡ്സ് അവൈലബിൾ ആണ്. ഇന്ന് നമ്മുടെ ഇന്ത്യയിലും ലോകത്തെല്ലായിടും എന്താ സെവറൽ ടൈപ്പ് ഓഫ് ബ്ലാക്ക് ബോർഡ് അവൈലബിൾ ആണ്. The main types are traditional blackboard made of slate or painted black surface written with a chalk, commonly used in schools. ഇപ്പം കോമൺ ആയിട്ട് സ്കൂളുകളിൽ പണ്ട് മുതലേ യൂസ് ചെയ്തിരുന്നത് ബ്ലാക്ക് കളറിലെ ബോർഡായിരുന്നു. ഇപ്പം കുറച്ച് മാറിയിട്ടുണ്ട്, ആ കളർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. കുറെ സ്കൂളുകൾ ഗ്രീൻ കളറാണ്. ഈ ഗ്രീൻ കളറിന്റെ യൂസ് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് കണ്ണിന് അധികം പ്രഷർ ഇല്ലാത്ത രീതിയിൽ കുറച്ചും കൂടി കണ്ണിന് കാഴ്ചയ്ക്ക് അവർക്ക് വിസിബിൾ ആയിട്ട് കാണാൻ കഴിയുന്നതാണ്. ഇപ്പൊ കൂടുതൽ സ്കൂളിലും പച്ച കളറാണ് ഉപയോഗിക്കാറുള്ളത്. ജനറലി 5 ടൈപ്സ് ഓഫ് ബ്ലാക്ക് ബോർഡ്സ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെയും ബ്ലാക്ക് ബോർഡ്സ് ഉണ്ട്. അതായത് വാൾമേഡ് ബ്ലാക്ക് ബോർഡ്. ഫസ്റ്റ് വൺ, വാൾമേഡ് ബ്ലാക്ക് ബോർഡ്. The board was made in the wall itself by the cement plastering. The advantage of the board is we do not want to remove the board. The disadvantage is we cannot remove the board. അതായത് നമ്മുടെ വോൾ തന്നെ, അതായത് നമ്മുടെ മതിലിനോട് ചേർന്ന് തന്നെ ഉള്ള ബോർഡിനെയാണ് എന്താ പറയുന്നത്, വാൾമേഡ് ബോർഡ് എന്ന് പറയുന്നത്. ഇത് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇത് എവിടെയും മാറ്റാൻ പറ്റത്തില്ല, ഇത് ഫിക്സഡ് ആയിട്ടിരിക്കുന്നുള്ളതാണ്. ഡിസഡ്വാൻറ്റേജസും അത് തന്നെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുഞ്ഞുങ്ങളെ ഒന്ന് മാറ്റിയിരുത്തണമെങ്കിൽ ഇതങ്ങനെ മാറ്റാനൊന്നും പറ്റില്ല. ഫിക്സഡ് ആയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതാണ് വാൾമേഡ് ബോർഡ്. ദെൻ സെക്കൻഡ് വൺ, വാൾ ഫിക്സഡ് ബോർഡ്. അതും ഇത് കണക്ക് തന്നെ വോൾ ഫിക്സഡ് വുഡൻ ലിനോണിയം പ്ലൈവുഡ് വെച്ച് ഒരു ഇത് വെച്ചിട്ട് ടൈപ്പ് ഒരു വുഡ്സ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ യൂസ്ഡ് ഇൻ കൈൻ. ദിസ് ക്യാൻ ബി റിമൂവ്ഡ് ആൻഡ് ഫിക്സ്ഡ് എനിവർ. ഇത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഫിക്സ് ചെയ്യാൻ പറ്റും. ദെൻ സ്റ്റാൻഡ് ബോർഡ്, അതായത് ഒരു സ്റ്റാൻഡിലായിരിക്കും ഈ ബോർഡ് എന്ന് പറയുന്നത്. റിമൂവ് ദ സ്റ്റാൻഡ് ഈസ് യൂസ് എ ഫിക്സഡ് ബോർഡ് ആസ് വെൽ ആസ് സെറ്റ് ബോർഡ് ബിക്കോസ് ഇറ്റ് ഈസ് വെരി റിസ്കി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയാലും വളരെ റിസ്കി ആണ്. കാരണം എന്താണ്, ഇത് ഫിക്സഡ് ആക്കി വെച്ചിരിക്കുന്നതല്ലേ. കുഞ്ഞുങ്ങൾ വന്ന് തട്ടിയൊക്കെ ആണെങ്കിൽ അവരുടെ ദേഹത്ത് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. ഇത് റിസ്കി ആയിട്ടൊരു ബോർഡാണ് ഇതെന്താ സ്റ്റാൻഡ് ബോർഡ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ഈസിയാണ് റോളിംഗ് ബോർഡ്. ഈ ബോർഡ് നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് റോൾ ചെയ്തിട്ട് മാറ്റി വെക്കാൻ പറ്റും. ടെമ്പററി പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ദിസ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് ബോർഡ് അറ്റ് ഓൾ. വി മേ യൂസ് ഫോർ ടെമ്പററി പർപ്പസ് ടിൽ വി ഗെറ്റ് എ പെർമനന്റ് ബോർഡ്. ദെൻ ലാസ്റ്റ് വൺ സ്ക്രീൻ ബോർഡ്. സ്ക്രീൻ ബോർഡ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ഒരു സമയം സ്ക്രീനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ദെൻ ബോർഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ഫോർ ദ ബോത്ത് പർപ്പസ് എ സ്ക്രീൻ വിച്ച് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എ ബോർഡ്. ഇത്രയും മാത്രമല്ല നമുക്ക് ബോർഡ് ഇപ്പോൾ അവൈലബിൾ. നമ്മളിപ്പോൾ ഭയങ്കര മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂളുകളൊക്കെ ഓരോ വർഷം തോറും ആക്റ്റീവായിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം വിവിധ തരം ബോർഡുകൾ ഇപ്പം നമ്മുടെ ഇന്ത്യയിലും ഇന്റർനാഷണൽ ലെവലിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്നാണ് ഗ്ലാസ് ബോർഡ്. ഇപ്പം ഗ്ലാസ് ബോർഡ് നമ്മൾ ചില യൂട്യൂബിലും മീഡിയസിലൊക്കെ കണ്ടുകൊണ്ട് ഗ്ലാസ് ബോർഡിന്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പ്രത്യേക തരം മാർക്കറാണ് ഉപയോഗിക്കുന്നത്. ആ മാർക്കർ ഉപയോഗിക്കുമ്പം അത് കാണാൻ ഒരു സ്റ്റൈലിഷ് ലുക്കാണ്. ദെൻ അത് മായ്ക്കാനൊക്കെ വളരെ എളുപ്പമാണ്. വേറൊരു ബോർഡാണ് ഡിജിറ്റൽ ബോർഡ്. ഡിജിറ്റൽ ബോർഡ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് സെറ്റ് ചെയ്തിട്ട് ആ ബോർഡിനകത്ത് നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്ക് എഴുതി കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ അത് റൈസ് ചെയ്ത് മായ്ക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ മാഗ്നറ്റിക് ബോർഡ്. ഈ മാഗ്നറ്റിക് ബോർഡ് എന്ന് വെച്ചാൽ ക്യാൻ ബി ബ്ലാക്ക് ആൻഡ് ഗ്രീൻ ഓർ വൈറ്റ് അലൗസ് യൂസ് എ മാഗ്നറ്റ് ടു ഹോൾഡ് ചാർട്ട്സ് ആൻഡ് പേപ്പർ. അതായത് മാഗ്നറ്റിക് ബോർഡ് എന്ന് വെച്ചാൽ അതിനകത്ത് ഈ മാഗ്നറ്റിക് ടൈപ്പുള്ള ചാർട്ട് പേപ്പറുകളും ഈ ഫോട്ടോസൊക്കെ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ച് അത് ഒട്ടിച്ച് വെച്ചിട്ട് നമുക്കത് യൂസ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യാം, എടുത്തു മാറ്റാൻ പറ്റും. അങ്ങനെ പിന്നെ ദെൻ ഉള്ളതാണ് വൈറ്റ് ബോർഡ്. വൈറ്റ് ബോർഡ് എന്ന് പറയുന്നത് ഈ വൈറ്റ് ബോർഡിൽ മാർക്കറാണ് ഉപയോഗിക്കുന്നത്. ചോക്ക് യൂസ് ചെയ്യില്ല. ചോക്ക് യൂസ് ചെയ്യാത്തപ്പോൾ നമുക്ക് എന്താ പെട്ടെന്ന് അത് മായ്ച്ചു കളയാൻ പൊടിയൊന്നും ഉണ്ടാകത്തില്ല. ഇപ്പം കുട്ടികളെ കൂടുതലും സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ്സുകളാണ്. ഈ സ്മാർട്ട് ക്ലാസ്സുകളിൽ ഇപ്പോൾ ഇത്തരം ബോർഡുകൾ യൂസ് ചെയ്യാറുണ്ടോ? ഗ്ലാസ് ബോർഡ് ഓൾമോസ്റ്റ് കുട്ടികൾ തള്ളിക്കളയൊക്കെ ആണെങ്കിൽ അതൊരു ഇതായിരിക്കും. അല്ലാതെ എന്താണ് പറഞ്ഞ മാഗ്നറ്റിക് ബോർഡും വൈറ്റ് ബോർഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ചോക്കിന്റെ ആ ഒരു പൊടിയും കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് അലർജിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. നമ്മൾ എത്ര തരത്തിലുള്ള ബോർഡ്സ് ആണ് നമ്മൾ പരിചയപ്പെട്ടത്? വാൾ മെയ്ഡ് ബോർഡ്, വാൾ ഫിക്സഡ് ബോർഡ്, സ്റ്റാൻഡ് ബോർഡ്, റോളിംഗ് ബോർഡ്, സ്ക്രീൻ ബോർഡ്, മാഗ്നറ്റിക് ബോർഡ്, ഗ്ലാസ് ബോർഡ്, വൈറ്റ് ബോർഡ്. എല്ലാവർക്കും മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ബോർഡ് എന്ന് വെച്ചാൽ എന്താ, നമുക്ക് എല്ലാവർക്കും ഇന്ററാക്ഷൻ ചെയ്ത് വളരെ സന്തോഷമായിട്ട് ടീച്ചറും കുട്ടികളും ഒക്കെ ആയിട്ട് നല്ല ഇന്ററാക്ഷൻ ആയിട്ട് പടമൊക്കെ വരച്ച് അങ്ങനെ ഒരു ഇന്ററാക്ഷൻ സെക്ഷൻ നടക്കുന്നതാണ് എന്താ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത്. ബ്ലാക്ക് ബോർഡ് കുറേ ടൈപ്പിലുണ്ട്. അത് കുറച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയണം കേട്ടോ. വാൾ മെയ്ഡ് ബോർഡ്, വാൾ ഫിക്സഡ് ബോർഡ്, സ്റ്റാൻഡ് ബോർഡ്, റോളിംഗ് ബോർഡ്, സ്ക്രീനിങ് ബോർഡ്, വൈറ്റ് ബോർഡ്, ഗ്ലാസ് ബോർഡ്, മാഗ്നറ്റിക് ബോർഡ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? സ്ക്രീൻ ബോർഡ് എന്താന്ന് സ്ക്രീൻ ഓക്കെ പറയാം. ഈ സ്ക്രീൻ ബോർഡ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ ബോത്ത് പർപ്പസ് എ സ്ക്രീൻ വിച്ച് ഓൾസോ യൂസ്ഡ് എ ബോർഡ്. അതായത് സ്ക്രീൻ പോലെ നമ്മൾ സ്ക്രീൻ വെച്ച് നമ്മൾ കവർ ചെയ്ത് മറക്കത്തില്ലേ, ആ സ്ക്രീനായിട്ട് യൂസ് ചെയ്യാം. ആ സമയം തന്നെ അതൊക്കെ ബോർഡായിട്ട് യൂസ് ചെയ്യാം. ആ സ്ക്രീൻ തന്നെ എന്തെങ്കിലും ബോർഡ് എഴുതാനുള്ള എന്തെങ്കിലും കാണുമായിരിക്കും. ഞാനും അത് നേരിട്ട് കണ്ടിട്ടില്ല, സ്ക്രീൻ കണ്ടിട്ടുണ്ട്. അതങ്ങനെ ആയിരിക്കും. അപ്പൊ രണ്ട് യൂസ് മൾട്ടി അതല്ല സ്ക്രീൻ ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്മാർട്ട് ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ടിവിയുടെ ഒരു വലിയൊരു ഇതാണ്. അപ്പൊ അതിനകത്ത് പ്രൊജക്ടർ ഒക്കെ വെച്ചിട്ട് അത് കാണാൻ പറ്റുമായിരിക്കും. പിന്നെ അതല്ലാതെ നോക്കുന്നതായിരിക്കും സ്ക്രീൻ ബോർഡ്. പ്രൊജക്ടറും അല്ലടാ, സ്ക്രീൻ ബോർഡ് തന്നെ യൂസ് ചെയ്തിട്ട് അത് ക്ലാസ് എടുക്കുമ്പോൾ ബോർഡായിട്ട് യൂസ് ചെയ്യാം. അല്ലാത്ത അതർവൈസ് അതിന് യൂസ്ഡ് ആയിട്ട് സ്ക്രീനായിട്ട് യൂസ് ചെയ്യാം. മൾട്ടി പർപ്പസ് ആയിട്ട് ഓഡിയോസ് ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക. അത് തന്നെ ടൈപ്പ് ഓഫ് ബോർഡ്സ്. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും സ്പെഷ്യൽ ബോർഡ്സ് വല്ലതും ഉണ്ടോ? ഈ സ്ക്രീൻ എന്ന് പറയുന്നത് ഹാർഡാണോ അതോ ഹാർഡാണോ? ഹാർഡ് അത്ര വലിയ ഹാർഡായിരിക്കും. ക്ലോത്ത് പോലെയാണോ ഉണ്ടാവുക അതോ ഒരു ഹാർഡായിട്ടുള്ള? സ്ക്രീൻ എന്ന് പറയുമ്പോൾ നമുക്ക് പല ടൈപ്പിൽ നോക്കാം. വേണമെങ്കിൽ ക്ലോത്തിനകത്ത് അങ്ങനെ പണ്ടൊക്കെ സിനിമയൊക്കെ കാണിക്കാൻ നേരത്തെ ക്ലോത്ത് ഇട്ടിട്ട് വേറൊരു സൈഡിൽ കൂടി ഇത് വെച്ചിട്ട് ഫിലിം ഒക്കെ വലുതായി കാണിക്കത്തില്ലേ, അതൊരു സ്ക്രീനാ. പലതരത്തിലുള്ള സ്ക്രീൻസ് ഉണ്ടല്ലോ. ഇതിപ്പോ അതായിരിക്കത്തില്ല. അല്ലാതെ സ്കൂളുകളിൽ തന്നെ ബോർഡായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും സ്ക്രീൻ ബോർഡ് എന്ന് പറഞ്ഞ സ്ക്രീൻ വെച്ച് മായ്ക്കുക. എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ സെർച്ച് ചെയ്തില്ല സ്ക്രീൻ ബോർഡിനെ പറ്റിയിട്ട്.
ഓക്കെ, മനസ്സിലായോ ബ്ലാക്ക് ബോർഡിന്റെ യൂസ്? ബ്ലാക്ക് ബോർഡ് എല്ലാവർക്കും ഇഷ്ടമാണോ? സ്ക്രീൻ ബോർഡിൽ എങ്ങനെയാണ് നമ്മൾ റൈറ്റിംഗ് ആണോ അതോ എന്തെങ്കിലും ഡിജിറ്റലൈസ്ഡ് ആണോ? ഡിജിറ്റലൈസ്ഡ് ആവാനായിരിക്കും സാധ്യത. ഡൗട്ട് എനി ഡൗട്ട്? മാഗ്നറ്റിക് ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മള് മാഗ്നറ്റിക് ബോർഡ് എന്ന് വെച്ചാൽ നമ്മൾ കാന്തമില്ലേ, കാന്തം വെച്ചിട്ടുള്ള ഒരു അതിന്റെ ഫ്രണ്ടിലത്തെ ആ ഒരു കാന്തം ഒട്ടിക്കാൻ തരത്തിലുള്ള എന്തെങ്കിലും മാഗ്നറ്റിക് പവർ ആയിട്ടായിരിക്കും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ബാക്കി നമ്മൾ വെക്കുന്ന ഡയഗ്രാമിന്റെ ബാക്കി മാഗ്നറ്റിക് ഉണ്ടെങ്കിൽ അതിങ്ങനെ വെക്കും പെട്ടെന്ന് ടച്ച് ആവും, പിന്നെ അത് എളുപ്പം റിമൂവ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ എന്ത് വലിയ പടങ്ങളായാലും നമുക്ക് കുഞ്ഞുങ്ങളെ കാണിക്കണമെങ്കിൽ അവിടെ കൊണ്ട് ടച്ച് ചെയ്യുമ്പോൾ അതുടനെ അത് ആ ടച്ച് ആവും, പിന്നെ പെട്ടെന്ന് മാറ്റുകയും ചെയ്യാം. ഇതാണ് മാഗ്നറ്റിക് ബോർഡ്. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, താങ്ക് യു ഓൾ. നെക്സ്റ്റ് ഞാൻ വെൽക്കം ചെയ്യുന്ന വിദ്യയാണ്. വിദ്യ വളരെ മനോഹരമായ ഒരു സെഗ്മെന്റ് ആണ് എടുക്കുന്നത്. യൂസ് ദി ബ്ലാക്ക് ബോർഡ് ആൻഡ് ഹൗ ടു അറേഞ്ച് ദി ബ്ലാക്ക് ബോർഡ്. ആൻഡ് ഹാപ്പി ടു വെൽക്കം മൈ ഡിയർ ഫ്രണ്ട് Vidya. Thank you, Maya. So I will explain this part using the blackboard and how to arrange blackboard. So first of all, ഒരു quote പറയാം. അതായത് APJ Abdul Kalam sir once said, black color is sentimentally black. That blackboard turns every student's future something exceptionally bright. Okay, so teacher and students are blackboard are inseparated. Okay, അതായത് ബ്ലാക്ക് കളർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതെന്താണ്, ഒരു നെഗറ്റീവ് കളർ, കൂടുതലായിട്ട് നമ്മളൊരു സെന്റിമെന്റൽ കളർ ആയിട്ടാണ് അത് മെൻഷൻ ചെയ്യാറ്. സോ അങ്ങനെയുള്ള ഒരു ബ്ലാക്ക് കളർ ആയിട്ടുള്ള ബ്ലാക്ക് ബോർഡാണ് എല്ലാ സ്റ്റുഡൻസിനെയും ഫ്യൂച്ചറിനെ തന്നെ ബ്രൈറ്റ് ആക്കി മാറ്റുന്നത്. ഓക്കെ, വർണ്ണാന്തരമാക്കി മാറ്റുന്നത് ആ ഒരു ബ്ലാക്ക് ബോർഡാണ്. പിന്നെ ഈ ബ്ലാക്ക് ബോർഡും ടീച്ചറും ഇൻസെപ്പറേറ്റഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ക്ലാസ്സിൽ കിടക്കാം. ഒരു ബ്ലാക്ക് ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ക്ലാസ്സിൽ എൻ്റർ ചെയ്യുമ്പോൾ ആ ബ്ലാക്ക് ബോർഡിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം റൈറ്റ് സൈഡിൽ പീരീഡും പിന്നെ ക്ലാസ്സും മെൻഷൻ ചെയ്യണം, എഴുതിയിരിക്കണം. നെക്സ്റ്റ് ലെഫ്റ്റ് സൈഡിലാവുമ്പോൾ ഡേ ആൻഡ് ഡേറ്റ് എഴുതിയിരിക്കണം. നെക്സ്റ്റ് മിഡിൽ ഓഫ് ദ ബോർഡ് എന്ന് പറയുമ്പോൾ നെയിം ഓഫ് ദ സബ്ജക്ട്. ഓക്കെ, സോ യൂസിങ് ദ ബ്ലാക്ക് ബോർഡ്. ഒന്നുകൂടി പീരീഡ് വെച്ചാൽ നമ്മൾ എന്താണ് ആ അവറിൽ എടുക്കാൻ പോകുന്ന പീരീഡിന്റെ നെയിം, അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? സബ്ജക്ട് നെയിം നമ്മൾ ഏതാണോ അവർ എടുക്കാൻ പോകുന്നത് ആ സബ്ജക്ട് നെയിം എഴുതിയിട്ട് വേണം. അതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട്. ഓക്കെ, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്നുകൂടി പറയോ? അതായത് റൈറ്റ് സൈഡിൽ എപ്പോഴും നമ്മൾ പീരീഡും പിന്നെ അവറും, അത് 5th അവർ ആണെങ്കിൽ 5th അവർ, അല്ലെങ്കിൽ ക്ലാസ് മെൻഷൻ ചെയ്യണം. ഏതാണ് ക്ലാസ്, 6th സ്റ്റാൻഡേർഡ് ആണോ 5th സ്റ്റാൻഡേർഡ് ആണോ മെൻഷൻ ചെയ്യുക റൈറ്റ് സൈഡിൽ. നെക്സ്റ്റ് ലെഫ്റ്റ് സൈഡ് ആകുമ്പോൾ ഡേ ആൻഡ് ഡേറ്റ് എഴുതിയിരിക്കണം. നെക്സ്റ്റ് മിഡിൽ ഓഫ് ദ ബോർഡ് എന്ന് പറയുമ്പോൾ സബ്ജക്ട് ഓഫ് ദ നെയിം. മനസ്സിലായോ? So using the blackboard, when the teacher is writing, she should be 900 with the board. Only her hip should be moved, but not the full body with the legs. അതായത് ഒരു അധ്യാപികയുടെ ശരീരം, അതായത് പൂർണ്ണമായും ബോർഡിലേക്കോ അല്ലെ സ്റ്റുഡൻസിനെയോ നോക്കിയായിരിക്കണം നിൽക്കേണ്ടത്. ഓക്കെ, ബോർഡിൽ എഴുതുമ്പോൾ നമ്മൾ പകുതി ബോർഡിലേക്കും പകുതി സ്റ്റുഡൻസിനെ നോക്കിയ രീതിയിലാണ് നമ്മൾ എഴുതാൻ നിൽക്കുമ്പോൾ ചെയ്യേണ്ടത്. അങ്ങനെ എഴുതുമ്പോൾ എന്താണ്, ഈ കാൽ നീക്കുകയോ മുഴുവൻ ശരീരം തിരിക്കുകയോ ഒന്നും ചെയ്യരുത്. ഹിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഹിപ്പിന്റെ ഭാഗം മാത്രമാണ് നമ്മൾ അവിടെ തിരിക്കാൻ പാടുള്ളൂ. ഓക്കെ, സോ ഇങ്ങനെ കാലുകൾ ഒരേ സ്ഥാനത്ത് തന്നെ ഇരിക്കണം. അതാണ് അതിന്റെ ഒരു രീതി ബോർഡിൽ എഴുതുമ്പോൾ. ഓക്കെ, സോ ഇങ്ങനെ നിൽക്കുമ്പോൾ അധ്യാപികയ്ക്ക് എന്താണ്, എഴുതുന്നതിനോടൊപ്പം ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്യാനും ക്ലാസ്സിനെ ശ്രദ്ധിക്കാനും കഴിയും. പിന്നെ അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ റീഡ് ചെയ്യുമല്ലോ, അങ്ങനെ റീഡ് ചെയ്യുമ്പോൾ ആ സൗണ്ടിന്റെ കറക്റ്റ് ആയിട്ടുള്ള എഫക്റ്റ് ഒക്കെ സ്റ്റുഡൻസിന് എത്താനും സാധിക്കും. സോ ശരിയായ ക്ലാസ്സിന്റെ നിയന്ത്രണത്തിന് ഇത് സഹായിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്, അതായത് നമ്മൾ ഇങ്ങനെ നിന്ന് എഴുതുമ്പോൾ തന്നെ ടീച്ചർക്ക് അധ്യാപികയ്ക്ക് എന്താണ്, ശരീരവേദന ഒഴിവാക്കാനും ഒക്കെ സാധിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇങ്ങനെ ബോർഡിൽ എഴുതുമ്പോൾ ചോക്ക് പീസ് യൂസ് ചെയ്യുള്ളൂ. മെയിൻ ആയിട്ട് ഈ 3 ചോക്ക് പീസ്, അതായത് ബേസ് കളർ ആയിട്ടുള്ള വൈറ്റ് കളർ ചോക്ക് പീസും പിന്നെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഈ യെല്ലോ കളർ ബ്ലൂ കളർ ചോക്ക് പീസ് യൂസ് ചെയ്താൽ കൂടുതൽ നന്നായിരിക്കും. ഓക്കെ, അങ്ങനെ എഴുതുമ്പോൾ കുട്ടികൾക്ക് മെയിൻ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. മെയിൻ പോയിന്റ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യാനും കുട്ടികളെ അട്രാക്ട് ചെയ്യാനും ശ്രദ്ധ നിർത്താനും നമുക്ക് സാധിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ
Cover the body completely while writing in the blackboard. The teacher should not show the back to students when she is writing. She should always write column after column. The width of the column should be less than the reachable point of that writing hand. Rub the board always after the use. ഇതിൽ പറയുന്നത് നമ്മള് ടീച്ചറുടെ കംപ്ലീറ്റ്ലി, അതായത് നമ്മുടെ ബോഡി, അതായത് ടീച്ചർ എന്ന് പറയുമ്പോൾ ടീച്ചറുടെ ശരീരം പൂർണ്ണമായി കവർ ചെയ്ത രീതിയിലായിരിക്കണം. ഓക്കെ, എപ്പോഴും ഈ സ്റ്റുഡൻസിന് ആ ബാക്ക് സൈഡ് കാണിക്കുന്ന രീതിയിൽ നമ്മൾ നിൽക്കാൻ പാടില്ല. നെക്സ്റ്റ്, അതായത് നമ്മൾ എഴുതുമ്പോൾ കോളം, അതായത് ബോർഡിന്റെ സൈസ് എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. ചിലപ്പോൾ ലെങ്തി ബോർഡ് ആയിരിക്കും. അങ്ങനെയുള്ള ലെങ്തി ബോർഡ് ആണെങ്കിൽ നമ്മൾ കോളം ഡിവൈഡ് ചെയ്തിട്ട് വേണം എഴുതാൻ തുടങ്ങേണ്ടത്. ഓക്കെ, കോളം ഡിവൈഡ്. ഹലോ വൃന്ദ, പ്ലീസ് മ്യൂട്ട്. ഓക്കെ, അപ്പൊ കോളം ഡിവൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ എഴുതി പോകേണ്ടത്. ഓക്കെ, നമ്മൾ ഓരോ പോർഷൻസ് എഴുതി കഴിയുമ്പോൾ ഓരോ പോർഷൻസ് ആ ഒരു സ്റ്റുഡൻസിനോട് എഴുതിയ ശേഷം നമ്മൾ റബ്ബ് ചെയ്ത ശേഷമാണ് ഈ നെക്സ്റ്റ് ലെഫ്റ്റ് റൈറ്റിലേക്ക് എഴുതി വരേണ്ടത്. പക്ഷേ സ്മോൾ ആണെങ്കിൽ, ബോർഡ് കുറച്ച് മീഡിയം ആണെങ്കിൽ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ്, നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് മസ്റ്റ് റീഡബിൾ ആയിരിക്കണം, ലെജൻഡ് ആയിരിക്കണം. ഓക്കെ, ഒരുപാട് വലുതാവാൻ പാടില്ല, ഒരുപാട് ഷോർട്ട് ആവാൻ പാടില്ല. ഓക്കെ, ഒരു മീഡിയം സൈസിൽ വേണം. അത് കുട്ടികൾക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, സോ നമ്മൾ എപ്പോഴും, അതായത് ക്ലാസ്സിൽ എഴുതിയ ശേഷം എല്ലാ ഡീറ്റെയിൽ ആയി എഴുതിയ ശേഷം കുട്ടികൾക്ക് സെപ്പറേറ്റ് ടൈം കൊടുക്കണം. എഴുതിയ കാര്യങ്ങൾ അവർ എഴുതാനും അവരത് മനസ്സിലാക്കാനുള്ള സെപ്പറേറ്റ് ടൈം കൊടുത്തിട്ട് വേണം, ഓരോ സെക്ഷനായിട്ട് വേണം എഴുതി പോകാനായിട്ട്. എന്നിട്ട് എല്ലാം എഴുതിയ ശേഷം ഒന്നും കൂടി അവർക്ക് റീഡ് ചെയ്ത് കൊടുക്കുക, അതെന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, എന്നാലേ അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ്, ബോർഡിൽ എഴുതുമ്പോൾ മൂടി നിലയിൽ അത് പറഞ്ഞല്ലോ അല്ലെ, കവേർഡ് ആയിരിക്കണം, പ്രോപ്പർലി കവേർഡ് ആയിരിക്കണം. എഴുതുന്ന സമയത്ത് ശരീരം ശിഷ്ടവും മാന്യവുമാകണം എന്നാണ് പറയുക. ഓക്കെ, അതൊരു ടീച്ചറിന്റെ ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിലായിരിക്കും നമ്മുടെ ഡ്രസ്സിങ്സ് ആയാലും ആ രീതിയിലാണ് നിൽക്കേണ്ടത്. നെക്സ്റ്റ്, ഇപ്പൊ നമ്മൾ ബോർഡിൽ എഴുതുമ്പോൾ നമ്മുടെ കൈ എത്തുന്ന ദൂരം വരെ നമ്മൾ ഇങ്ങനെ എഴുതി പോകാൻ പാടില്ല. ഒരു ഇവിടുന്ന് ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്ത ഒരു എൻഡ് പോയിന്റ്, ആ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടല്ലോ, ആ രീതിയിൽ തന്നെ എഴുതി പോവുക. നമ്മുടെ ശരീരം വളച്ചോ കൈ വളച്ചോ ഒന്നും ആ രീതിയിലൊന്നും എഴുതി പോകാൻ പാടില്ല. ഓക്കെ, സോ നെക്സ്റ്റ്, ബോർഡിൽ എഴുതിയതെല്ലാം ശബ്ദത്തോടെ വായിക്കണം. ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക് ശരിയായ ധാരണ ലഭിക്കുന്നു. തെറ്റുണ്ടെങ്കിൽ ഉടനെ അവർക്ക് തിരുത്താനും സാധിക്കും. ഓക്കെ, സോ ഇതെല്ലാം ഫോളോ ചെയ്താൽ എന്താണ്, ക്ലാസ് കൂടുതൽ ക്രമബന്ധമാകും. ആ രീതിയിൽ പോകാനും കുട്ടികൾക്ക് നല്ല ശ്രദ്ധ നിലനിർത്താനും, അതായത് ടീച്ചർക്ക് തന്നെ ഒരു കോൺഫിഡന്റ് ക്ലാസ് എടുത്തതിലും കുട്ടികൾക്കും ആ കോൺഫിഡന്റ് കിട്ടാനും സാധിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? ഇതാണ് കേട്ടോ യൂസിങ് ദ ബ്ലാക്ക് ബോർഡ്. ഇത്രയേ ഉള്ളൂ, ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞു വിചാരിക്കണം. പിന്നെ ബ്ലാക്ക് ബോർഡിൽ നമ്മൾ എഴുതിയ കാര്യം എഴുതിയ ശേഷം നമ്മൾ ടോപ്പ് ടു ബോട്ടം എല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം ക്ലാസ്സിന് ലീവ് ചെയ്യാനായിട്ട്. പിന്നെ ഡസ്റ്റർ എന്തായാലും അത് മസ്റ്റ് ആയിട്ട് പൊടി തട്ടിയിട്ട് വേണം നമ്മൾ അവിടെ വെക്കാൻ. അതായത് കുട്ടികളോട് അങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അവരോട് മൗത്ത് കവർ ചെയ്യാൻ പറയണം. ഓക്കെ, അങ്ങനെ കവർ ചെയ്തിട്ട് അവരോട് ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ. അത്രയേ ഉള്ളൂ കേട്ടോ യൂസിങ് ദ ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞാൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ ഫ്രണ്ട്സ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? റൈറ്റ് സൈഡിൽ എന്തോ എഴുതണ്ടെന്ന് പറഞ്ഞ ബ്ലാക്ക് ബോർഡിൽ? റൈറ്റ് സൈഡിൽ ഏതാണ് അവർ, ഏതാണ് ക്ലാസ്, ഏതാണ് ക്ലാസ് ഉണ്ടല്ലോ, 5th ആണോ 6th ആണോ, അങ്ങനെയുള്ള ക്ലാസ് ഏതാണെന്ന് എഴുതുക. ഇത് എത്രാമത്തെ അവറാണ്, ഏത് പീരീഡ് ആണ്, നമ്മളെ സബ്ജക്ട് ഉണ്ടാവുമല്ലോ, ആ സബ്ജക്റ്റിന്റെ നെയിം. ഓക്കെ, റൈറ്റ് സൈഡിൽ. ലെഫ്റ്റ് സൈഡിൽ എന്ന് പറയുമ്പോൾ ഡേ ആൻഡ് ഡേറ്റ്. പിന്നെ മിഡിൽ ഓഫ് ദ ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാ സബ്ജക്ട് എടുക്കാൻ പോകുന്ന ആ സബ്ജക്റ്റിന്റെ നെയിം. വിദ്യ, നമ്മൾ സ്റ്റുഡൻസിന്റെ എണ്ണം എഴുതില്ലേ, ബോയ്സ് ഗേൾസ് അങ്ങനെ ഓരോ ദിവസം വന്ന് എഴുതാറില്ലേ? എഴുതാറുണ്ട്, പക്ഷെ ഞാൻ സെർച്ച് ചെയ്താൽ ഇത് മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ. നമ്മളങ്ങനെ എഴുതിയിട്ടുണ്ട് ക്ലാസ്സിൽ പഠിക്കുമ്പോഴും. സ്റ്റുഡൻസിന് സ്ട്രെങ്ത് ഒക്കെ എഴുതാറുണ്ടല്ലോ, ചെയ്യാന്നാണ് തോന്നുന്നത്. നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, എഴുതാം. വേറെ കോട്സ് ഒക്കെ എഴുതി വെക്കില്ലേ? നല്ല അതെ എഴുതു എഴുതാ. പക്ഷെ ഞാന് ഇതില് സെർച്ച് ചെയ്തപ്പോ പറഞ്ഞ രീതിയിലാണ് കേട്ടോ പറഞ്ഞത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഹൗ ടു അറേഞ്ച് ദ ബ്ലാക്ക് ബോർഡ്. സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ,
സോ നമ്മൾ ഇത് ഹൗ ടു അറേഞ്ച് ദ ബ്ലാക്ക് ബോർഡിൽ നമ്മൾ മെയിൻ ആയിട്ട് ബ്ലാക്ക് ബോർഡ് അതായത് വെളിച്ചത്തെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ക്ലാസ് റൂമിൽ സാധാരണ നോർമൽ ലൈറ്റ് ഉപയോഗിക്കുമെങ്കിൽ, അതായത് നമ്മുടെ പ്രകാശം സൂര്യപ്രകാശത്തിന്റെ വെളിച്ചത്തിലാണ് ക്ലാസ് റൂം എടുക്കുകയാണെങ്കിൽ ആ വെളിച്ചം ബോർഡിൽ പിൻവശത്ത് നിന്ന് വരാത്ത രീതിയിൽ ആ ബോർഡിൽ ഗ്ലാർ അടിക്കാത്ത രീതിയിലായിരിക്കണം നമ്മൾ വെക്കേണ്ടത്, ബോർഡ് അറേഞ്ച് ചെയ്യേണ്ടത്. സോ ഇങ്ങനെ ചെയ്താൽ എന്താണ് ബോർഡിൽ ഗ്ലാർ സംഭവിക്കും പറഞ്ഞിട്ടാണ് ആ രീതിയിലൊന്നും ക്ലാസ് അറേഞ്ച് ചെയ്യാൻ പാടില്ല, ബ്ലാക്ക് ബോർഡ് അവിടെയൊന്നും വെക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഓക്കെ, സൂര്യപ്രകാശത്തിന്റെ വെളിച്ചം തട്ടുന്ന രീതിയിൽ. ഓക്കെ, അതായത് വൈദ്യുതി വെളിച്ചമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതായത് ഇലക്ട്രിക്കൽ ലൈറ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ട്യൂബ് ലൈറ്റുകളായിരിക്കും കൂടുതൽ നല്ലത്. ഓക്കെ, ട്യൂബ് ലൈറ്റുകളാണ് ഏറ്റവും അനുയോജ്യം. ട്യൂബ് ലൈറ്റുകൾ സമമായും മൃദുവായും വെളിച്ചം നൽകുന്നതിൽ ബോർഡിൽ എഴുതിയത് വ്യക്തമായി കാണാനും കഴിയും. ഓക്കെ, അതൊരു നോർമൽ ലൈറ്റ് ആ രീതിയിൽ പോകുന്നത് കൊണ്ട് നമുക്ക് ആ ബോർഡിന്റെ എഴുതിയ പോർഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കൃത്യമായി കാണാൻ സാധിക്കും. കണ്ണിന് അസ്വസ്ഥതയൊന്നും ഉണ്ടാകില്ല. അതായത് ഫോക്സ് ലൈറ്റുകൾ അല്ലെങ്കിൽ സ്പോട്ട് ലൈറ്റുകൾ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് ഒഴിവാക്കുക. ഓക്കെ, അത് ആ ബോർഡിൽ എന്താണ് കൂടുതൽ ഗ്ലാർ സൃഷ്ടിക്കുന്നതാണ് പറയുന്നത്. വെളിച്ചം ഇരുവശത്ത് നിന്നും നേരിട്ട് ബോർഡിലേക്ക് പതിക്കാത്ത രീതിയിലായിരിക്കണം നമ്മൾ അത് അറേഞ്ച് ചെയ്യേണ്ടത്. ബോർഡ് വ്യക്തമായി കാണാൻ കഴിയുന്ന കണ്ണിന് സൗകര്യമുള്ള വെളിച്ച ക്രമീകരണമാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ദെൻ ബ്ലാക്ക് ബോർഡ് നിലത്തോട് ചേർത്ത് വെക്കരുത്. നമ്മൾ എപ്പോഴും സ്റ്റുഡൻസ് ഇരിക്കുകയാണെങ്കിൽ ആ ബ്ലാക്ക് ബോർഡ് ആ ഒരു ഹൈറ്റ് അനുസരിച്ച് വേണം മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട്. ഒരുപാട് താഴെയോ ചരിച്ചോ ചാരിയോ ഒന്നും വെക്കാൻ പാടില്ല. അതായത് LKG കുട്ടികളായാലും LKG സ്റ്റുഡൻസിനായാലും ഏതോ ക്ലാസ്സിലെ കുട്ടികൾക്കായാലും എന്താണ് ബെഞ്ചിലിരിക്കുമ്പോൾ കുട്ടികളുടെ താഴെയുള്ള ഭാഗമൊന്നും അവർക്ക് വ്യക്തമായി കാണാൻ സാധിക്കില്ല എഴുതുമ്പോൾ. ഓക്കെ, അതുകൊണ്ട് അവർക്ക് എന്താണ് എഴുതിയത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ബോർഡ് നിലത്ത് ചേർത്ത് വെച്ചാൽ മുൻവശത്തിരിക്കുന്ന കുട്ടികളുടെ തലയും അതായത് ശരീരഭാഗങ്ങളൊക്കെ മറിഞ്ഞിട്ട് എന്താവും ബാക്കിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് താഴ്ത്തി എണീറ്റ് നിന്നൊക്കെ നോക്കേണ്ടി വരും അല്ലേ. സോ ഇങ്ങനെ പിന്നിലെ കുട്ടികൾക്ക് കാഴ്ച നഷ്ടപ്പെടും, കുട്ടികൾക്ക് കഴുത്ത് താഴ്ത്തി നോക്കേണ്ടി വരും. ഇത് അസ്വസ്ഥത ശ്രദ്ധക്കുറവ് ഉണ്ടാകും. ബോർഡ് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ കാണാവുന്ന ഉയരത്തിലായിരിക്കണം സ്ഥാപിക്കേണ്ടത്. മുൻവശത്തിലും പിന്നിലെ ബെഞ്ചിലും ഇരിക്കുന്ന കുട്ടികൾക്ക് ഒരുപോലെ ബോർഡ് കാണാൻ കഴിയുന്ന നിലയിലായിരിക്കണം നമ്മൾ ബോർഡ് വെക്കേണ്ടത്. ഓക്കെ, സോ ഇങ്ങനെ ശരിയായ ഉയരത്തിൽ ബോർഡ് വെച്ചാൽ ക്ലാസ് കൂടുതൽ ഫലപ്രദമാകും. പിന്നെ എന്താണ് കുട്ടികൾക്ക് പഠനം എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പഠനം എത്തിക്കാനും സാധിക്കുന്നു. ദാറ്റ്സ് ഓൾ. ലൈറ്റിന്റെ കാര്യം മാത്രം ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഹൗ ടു അറേഞ്ച് ദ ബ്ലാക്ക് ബോർഡ് അത് കഴിഞ്ഞു. ഡൗട്ട് ഉണ്ടോ ഇതിൽ ഞാൻ പറഞ്ഞതിൽ? ഫോക്സ് ലൈറ്റുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല, സ്പോട്ട് ലൈറ്റുകളും ഫോക്സ് ലൈറ്റുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. കൂടുതൽ നല്ലത് ഈ ട്യൂബ് ലൈറ്റുകളാണ് നല്ലത്. ഓക്കെ, ഏത് ലൈറ്റോ യൂസ് ചെയ്തതെന്ന് പറഞ്ഞല്ലോ? ഫോക്സ് ലൈറ്റുകൾ സ്പോട്ട് ലൈറ്റുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ട്യൂബ് ലൈറ്റുകളാണ് നല്ലത്. അതായത് ആ ഒരു രീതിയിൽ പോകുമല്ലോ മൃദുവായിട്ട്, നോർമൽ ലൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതായത് ബോർഡിലെ ഗ്ലാർ ഒന്നും വരാത്ത രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. എനി ഡൗട്ട്? ലാസ്റ്റ് പോയിന്റ്സ് ഒക്കെ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യും. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത്, അതായത് ബോർഡ് എപ്പോഴും നിലത്ത് ചാരി വെക്കാൻ പാടില്ല. ഓക്കെ, ആ ഒരു ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഒരു പൊക്കിയാണ് വെക്കേണ്ടത്. അതായത് ഫ്രണ്ടിലുള്ള കുട്ടികൾക്ക് എന്താണ് ഫ്രണ്ടിലുള്ള കുട്ടികളുടെ ശരീരഭാഗം മറിഞ്ഞിട്ട് ബാക്കിലുള്ള കുട്ടികൾക്ക് എന്താണ് അത് കാണാൻ കഴിയില്ല പ്രോപ്പറായിട്ട്. അതായത് താഴ്ത്തി വെക്കുമ്പോൾ ബോർഡ് താഴ്ത്തി വെക്കുമ്പോൾ ഇങ്ങനെ എഴുതി പോകുമ്പോൾ അടിയിലുള്ള എഴുതിയ കാര്യങ്ങളൊന്നും അവർക്ക് കാണാൻ സാധിക്കില്ലല്ലോ. സോ അതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കാം. ഓക്കെ, സോ അത് അവരുടെ അത് ശ്രദ്ധക്കുറവിനും അവർ എഴുതാതെ വിട്ടുപോകാനും പിന്നെന്താണ് അവര് കൂടുതൽ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനൊന്നും സാധിക്കില്ല. അവർക്ക് ശരീരവേദനയും കണ്ണിന്റെ കാഴ്ചയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ. ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ. ഇനി ഡൗട്ട്? ഇനി എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് കഴിഞ്ഞ സെക്ഷന്റെ ഒരു ഡൗട്ട്, ടൈപ്പ് ഓഫ് ബോർഡ് പറഞ്ഞില്ലേ ബ്ലാക്ക് ബോർഡിലെ, അതിൽ ചോക്ക് യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞല്ലോ, അത് ഏത് ടൈപ്പാ? അപ്പൊ കുട്ടി വാശി പിടിച്ചിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ? ചോക്ക് അല്ല യൂസ് ചെയ്യുക, പൊടി പിന്നെ അലർജി ഉള്ളവർക്കൊക്കെ നല്ലതാന്ന് പറഞ്ഞല്ലോ. കുട്ടികൾക്ക് വൈറ്റ് ബോർഡ് മാർക്കർ വെച്ചിട്ട് എഴുതാം കേട്ടോ. മാർക്കർ വെച്ചിട്ട് അത് ഇപ്പൊ ഇഷ്ടം പോലെ സ്ഥലത്ത് അവൈലബിൾ ആണല്ലോ. മിക്കവാറും ട്യൂഷൻ സെന്ററുകളിലൊക്കെ ഇപ്പൊ മാർക്കർ ഉപയോഗിക്കുന്നത്. ഡൗട്ട് ഉണ്ടോ? ചോദിച്ചോളൂ കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ആണ്, അതുകൊണ്ടാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.
ഡൗട്ട് ഇല്ലല്ലോ? ഹലോ, ഡൗട്ട് ഇല്ലെങ്കിൽ റിപ്ലൈ ചെയ്യാം. ശരി, ഓക്കെ. ഞാൻ ലാസ്റ്റ് ആയിട്ടൊന്ന് പറയാം. അതായത് at the end I would like to say whatever teachers write on the board that life can never be waste. Okay, so go ahead, create a future. All teachers-നാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഈ മോണ്ടിസോറി ടീച്ചേഴ്സിന് എല്ലാവർക്കും. ഓക്കെ, അടുത്തതായത് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ആണ്. സോ അതിനായിട്ട് നമ്മൾ നിസി ചേച്ചിയെ വിളിക്കുന്നു. പ്ലീസ് നിസി ചേച്ചി കം. ക്വസ്റ്റ്യൻ ആൻസർ ആണ്. എന്താണ് ഫ്ലോറിംഗ്? ഫ്ലോറിംഗ് കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആർക്കും പറയാട്ടോ. മനസ്സിലായത് എന്താണോ അത് പറഞ്ഞാൽ മതി. ഫ്ലോറിംഗ് ബേസിക്കലി മീൻസ് നമ്മൾ തറയിൽ ഉപയോഗിക്കുന്ന സാധനം ആണ്. നമ്മൾ ഫ്ലോറിംഗ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ബേസിക്കലി സിമെന്റാ. ഇപ്പം നമ്മൾ നോർമൽ സിമെന്റിങ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇപ്പം പല വീടുകൾ നമുക്ക് ഈ ഫ്ലോറിംഗ് അല്ലാതെ മാറ്റ് പോലെ ഒരു സാധനമുണ്ട്, റെഡ് കളറുടെയും ഡിഫറെന്റ് കളേഴ്സിന്റെ, അത് വേണമെങ്കിൽ ഒട്ടിക്കാം. ഇല്ലെങ്കിൽ അതിനൊക്കെയാ ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. മോണ്ടിസോറി സംബന്ധിച്ച് പറഞ്ഞാൽ പുള്ളിക്കാരി പറയുന്നത് മീൻസ് മരിയ മോണ്ടിസോറി പറയുന്നത് നമ്മൾ ഫ്ലോറിൽ പിള്ളേർ തറയിൽ ഇരുന്ന് വേണം പഠിക്കാനായിട്ട്, റാദർ ദാൻ അവർ ചെയർസിലോ അല്ലെങ്കിൽ ടേബിളിന്റെ മണ്ടയ്ക്ക് കയറിയിരുന്ന് പഠിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി കൂടുതലായിട്ട് നമുക്ക് നല്ല മീൻസ് കട്ടിക്കുള്ള മാറ്റ്സും കാർപ്പറ്റ്സും ഒക്കെ അവൈലബിൾ ഉണ്ട്. ഇപ്പം നമ്മൾ ഒരു സ്കൂൾ തുടങ്ങുവാണെങ്കിൽ, മോണ്ടിസോറി സ്കൂൾ തുടങ്ങുവാണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ആൽഫബറ്റ്സ് മാറ്റ് ഉണ്ട്. അങ്ങനെ മാറ്റ്സ് ഒക്കെ വിരിച്ചിട്ടിട്ട് വേണം പിള്ളേരെ എത്തി പഠിപ്പിക്കാൻ. അടുത്തത്, മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഫ്ലോറിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലിന് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടാവും? ഹാർംഫുൾ അല്ലായിരിക്കും, സ്ലിപ്പറി അല്ലായിരിക്കും, പിന്നെ പിള്ളേർ ഓടുകയോ ചാടുകയോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ തെറ്റത്തില്ല, ഈസി ടു ക്ലീൻ ആയിരിക്കും, ഈസി ടു അറേഞ്ച് ആയിരിക്കും. മീൻസ് നമുക്ക് യൂസ് ചെയ്തിട്ട് അതെടുത്ത് വെക്കാനായിട്ടും എളുപ്പമായിരിക്കും. മോണ്ടിസോറി ക്ലാസ് റൂമിലെ സൈഡ് വാൾ എങ്ങനെയുള്ളതായിരിക്കും? അതിന്റെ പ്രത്യേകത വേറെ ഒരാൾ പറയാട്ടോ. സൈഡ് വാൾ ഓപ്പൺ ആയിട്ടുള്ളതായിരിക്കും, പാരപ്പറ്റ് വാൾ പോലത്തേതായിരിക്കും. ഈ കുട്ടികൾക്കാണെങ്കിൽ ടോയ് ഒക്കെ എടുത്തു വെക്കാനും അവർക്ക് ഇപ്പൊ വാട്ടർ ബോട്ടിൽ ആയാലും എടുത്ത് പെട്ടെന്ന് എടുത്ത് കുടിക്കാൻ പറ്റുന്നതായിരിക്കും, അവരുടെ ഹൈറ്റിനകത്തത്. എത്ര തരം ബ്ലാക്ക് ബോർഡ് ഉണ്ട്? ഏതൊക്കെ? ടെക്സ്റ്റ് ബുക്കിൽ 5 ഉണ്ട്. 8 നമ്മൾ പറഞ്ഞു. വാൾമെയ്ഡ് ബോർഡ്, വാൾ ഫിക്സ്ഡ് ബോർഡ്, റോളിംഗ് ബോർഡ്, സ്റ്റാൻഡ് ബോർഡ്, സ്ക്രീൻ ബോർഡ്, ഗ്ലാസ് ബോർഡ്, മാഗ്നറ്റിക് ബോർഡ്, വൈറ്റ് ബോർഡ്. ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? പൊസിഷൻ ആണോ ഉദ്ദേശിക്കുന്നത്, അതോ ടീച്ചർ ഉപയോഗിക്കുന്ന നമ്മൾ എന്തൊക്കെ ബ്ലാക്ക് ബോർഡിൽ എന്തൊക്കെ ഉണ്ടാവും, അതില് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം? അങ്ങനെ ബ്ലാക്ക് ബോർഡിന്റെ റൈറ്റ് സൈഡ് അതാണോ പറയുന്നത്, അതോ അതിന്റെ പൊസിഷൻ ആണോ പറയുന്നത്? പൊസിഷൻ അല്ല. അപ്പൊ നമ്മളൊരു ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കുക, നമ്മുടെ ടീച്ചർ ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കുന്നു. അപ്പൊ അതില് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം? മെൻഷൻ ചെയ്യണമെന്നോ? ഡേറ്റ് മെൻഷൻ ചെയ്യണം. കുട്ടികളുടെ സ്ട്രെങ്ത്, ആബ്സെന്റീസ് എത്രയുണ്ടെന്ന് മെൻഷൻ ചെയ്യണം. മിഡിൽ പോർഷനിൽ ഏറ്റവും ടോപ്പിൽ ഒരു തോട്ട് വേണം. മിഡിൽ പോർഷനിൽ നമ്മൾ ഏത് സബ്ജക്റ്റ് ആണോ അപ്പോഴേ ഹാൻഡിൽ ചെയ്യുന്നത് അത് വേണം. പിന്നീട് മോണ്ടിസോറി ക്ലാസ്സിൽ ഒരിക്കലും പീരിയഡ് ഡിവൈഡ് ചെയ്തിട്ടല്ല ക്ലാസ് എടുക്കുന്നത്. അതായത് ഫസ്റ്റ് പീരീഡ് ഇംഗ്ലീഷ്, സെക്കൻഡ് പീരീഡ് മാത്സ്, EVS അങ്ങനെ ഒരിക്കലും മോണ്ടിസോറി ക്ലാസ്സിൽ ബോർഡിൽ എഴുതാറില്ല. അത് ടീച്ചറിന്റെയും കുഞ്ഞുങ്ങളുടെയും അവർ ഒരു ദിവസം ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണെങ്കിൽ ആ പഠിപ്പിച്ച പോർഷൻ അത്രയും കുട്ടികൾ റീഡ് ചെയ്തിട്ടുണ്ട്, റൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈം അത് ആ ടീച്ചറിന്റെ മാനേജ്മെന്റ് ആണ് ക്ലാസ്സിൽ. അത് നിങ്ങൾ വിട്ടുപോയ പോയിന്റ് പറയാൻ. അവിടെ സബ്ജക്റ്റ് മെൻഷൻ ചെയ്യില്ല, പീരീഡ് മെൻഷൻ ചെയ്യില്ല കേട്ടോ. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് ആണ് നമ്മൾ സബ്ജക്റ്റ് മെൻഷൻ ചെയ്യുന്നത്, പീരീഡ് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.
പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ, ഏത് തരം ലൈറ്റ് ആണ് ക്ലാസ് റൂമിൽ നല്ലത്? ഇലക്ട്രിക്കൽ ലൈറ്റ് ആണോ അതോ നോർമൽ ലൈറ്റ് ആണോ? ഏതാണ് നല്ലത്? നോർമൽ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ചില ഓപ്പണർ ഇല്ലേ അത്. ഏതായിരിക്കും കൂടുതൽ നല്ലത്? എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് പറഞ്ഞാൽ മതി. ഡേ ലൈറ്റ്, നോർമൽ ഡേ ലൈറ്റ്. എന്തുകൊണ്ട് എന്ന് പറയാൻ പറ്റുമോ? അത് ആർട്ടിഫിഷ്യൽ അല്ലാത്തത് കൊണ്ട് തന്നെ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. നമുക്ക് സ്ട്രെയിൻ ഇല്ല കണ്ണിന്. പിന്നെ പവർ, എക്സ്ട്രാ പവർ ഒന്നും ആവശ്യമില്ല. എനർജി. ഇതില് കുട്ടികൾക്ക് ബ്ലാക്ക് ബോർഡ് കൊണ്ടുള്ള ഉപയോഗം അതെന്തായിരിക്കും? കുഞ്ഞുങ്ങൾക്ക് ബ്ലാക്ക് ബോർഡ് കൊണ്ട് എന്താണ്? നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിലാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ബ്ലാക്ക് ബോർഡിന്റെ ആവശ്യമുണ്ടോ? അതല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് വേണ്ടത് എന്ന്? അതെ, നല്ലൊരു ഇന്ററാക്ഷൻ കൂടുതലുള്ള ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ് ബ്ലാക്ക് ബോർഡ്. കാര്യങ്ങൾ വരച്ച് എക്സ്പ്രസ് ചെയ്യാനും കുട്ടികൾക്ക് ക്യാച്ച് ചെയ്ത് മൈൻഡിൽ പതിയാനും നല്ല ഹെൽപ്ഫുൾ ആണ്. ഒരേ ടൈമിൽ പല പിള്ളേർക്ക് ഒരേപോലെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. ബിക്കോസ് ഇപ്പം നമ്മൾ അല്ലാതെ പറയുവാണെങ്കിൽ ഇല്ലെങ്കിൽ പിള്ളേർക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ഓരോരോ കുട്ടികളുടെ ബുക്കിൽ എഴുതി മനസ്സിലാക്കുന്നേക്കാളും എളുപ്പ ഒറ്റര വേയിൽ ബ്ലാക്ക് ബോർഡിൽ എഴുതി മനസ്സിലാക്കുമ്പോൾ പിള്ളേർക്ക് ഒന്നിച്ച് മനസ്സിലാക്കാനും പറ്റും. അതുമല്ല നമുക്ക് ടൈം കൺസ്യൂമിങ് അല്ലാത്തത്. അതുപോലെ കണ്ടും കേട്ടും കുട്ടികൾക്ക് ഒരേ സമയം, അതായത് വിഷ്വൽ ആയിട്ട് അവർ പെട്ടെന്നത് മനസ്സിൽ പതിയും. നമ്മളൊരു പിക്ചറാണ് ഇപ്പൊ എ എന്ന ലെറ്റർ പഠിപ്പിക്കുമ്പോൾ ആ എ എന്ന ലെറ്റർ വെച്ചിട്ട് ഒരു അനിമലോ എന്തെങ്കിലും ഒരെണ്ണത്തിന് നമ്മളവിടെ വരയ്ക്കുമ്പോൾ അവർക്ക് പെട്ടെന്നത് മനസ്സിലാവും. അതാണ് ബോർഡ് കൊണ്ടുള്ള ക്ലിക്ക് ആകും. മാം ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ. അതുപോലെ എ എന്ന ലെറ്റർ നമ്മൾ പഠിപ്പിക്കുമ്പോൾ എ എന്ന ലെറ്ററിൽ വരുന്ന 1-2 ആനിമൽസിന്റെയോ ബേർഡ്സിന്റെയോ എന്തെങ്കിലും ഒരു പിക്ചർ കൂടെ വരച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അവർക്കത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി. പിന്നെ UKG സെക്ഷൻസ് വരുമ്പോൾ നമ്മൾ ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നതെങ്കിൽ 4 ലൈൻ വരച്ചാണ് അതിനകത്ത് ലെറ്റേഴ്സ് എഴുതുന്നത്. മലയാളം ആണെങ്കിൽ 2 ലൈൻ, ഹിന്ദി ആണെങ്കിൽ 4 ലൈൻ. അത് കൂടുതലും ഡയഗ്രാമിക്കായി റെപ്രസെന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് കൂടുതലും അവർക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. അതർ സബ്ജക്ട്സ് പോലെ അല്ല. അത് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ, ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ആ പോയിന്റ് വിട്ടു. പിന്നെ ഏത് ലെറ്റേഴ്സും എങ്ങനെയാ എഴുതുക എന്ന് അവർക്ക് മനസ്സിലാക്കാം കണ്ടിട്ട്. സ്റ്റാർട്ടിങ് എവിടെയാണ്, എങ്ങനെയാണ് അത് റൈറ്റ് ചെയ്യുക എന്നുള്ളൊരു മെത്തേഡ് കുട്ടികൾ മനസ്സിലാക്കും ബ്ലാക്ക് ബോർഡിൽ എഴുതുകയാണെങ്കിൽ ടീച്ചർ. ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു. വിദ്യ കൺക്ലൂഡ് ചെയ്തോളൂ. Okay, thank you, ma'am. Thank you, friends. Thank you. എങ്ങനെയുണ്ടായിരുന്നു സെമിനാർ? സെക്കൻഡ് ഗ്രൂപ്പ് നന്നായിരുന്നോ? നന്നായിരുന്നു മാം. നന്നായിരുന്നു മാം. ഇപ്പൊ നമ്മൾ ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുന്ന കാരണം ഒരുപാട് ബെനിഫിറ്റ് കുട്ടികൾക്കുണ്ട്. പക്ഷെ സ്മാർട്ട് ബോർഡ് അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കില്ലേ? കാരണം ഇപ്പൊ എല്ലാ കുട്ടികളും ഭയങ്കര അപ്ഡേറ്റ് ആയത് കാരണം നമ്മൾ കുറച്ചുകൂടി കളർഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് അങ്ങനെയൊക്കെ കൊടുക്കുന്നത് കൊണ്ടും അത് നല്ലതല്ലേ സ്മാർട്ട് ബോർഡ് യൂസ് ചെയ്യുന്നത്? ചേഞ്ചസ് അല്ലെ, ടെക്നോളജി ചേഞ്ച് ആവുന്നതിന് പോലെ തന്നെ നമ്മൾ ചേഞ്ച് ആവണമല്ലോ. നമ്മളൊന്നും അങ്ങനെ തന്നെ അപ്ഡേറ്റ് ആവേണ്ടത് അത്യാവശ്യമാണ്. നല്ലതാണ്. ബ്ലാക്ക് ബോർഡിന്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞുള്ളൂ, എന്തെങ്കിലുമൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടാവുമല്ലോ, അതിനെ പറ്റിയിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. സെമിനാർ ഗ്രൂപ്പ്സ് കുട്ടിയുടെ ഡൗട്ട് കേട്ടോ? സെക്കൻഡ് ഗ്രൂപ്പ് ക്വസ്റ്റ്യൻ കേട്ടില്ല മാം. ഒന്ന് പറയൂ. ബ്ലാക്ക് ബോർഡ് എങ്ങനെ യൂസ് ചെയ്യണം, അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഏതൊരു കാര്യമാകുമ്പോഴും അഡ്വാൻറ്റേജ് ഉണ്ടാകുമ്പോൾ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവുമല്ലോ, അതിനെ പറ്റിയിട്ടൊന്നും സൂചിപ്പിച്ചില്ല. ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്നതിനെക്കാട്ടി നമുക്ക് പണ്ട് ചിന്തിച്ചു നോക്കെ, ഫ്രീ പീരീഡ് ടീച്ചർ പറയാം നമുക്ക് പുറത്ത് പോയി പഠിക്കാമെന്ന്. സാറിങ്ങനെ മരത്തിന്റെ ചുവട്ടിലേക്ക് ഇരുന്നിട്ട് ബ്ലാക്ക് ബോർഡൊന്നും ഇല്ലാതെ എൻവയോൺമെന്റുമായിട്ട് കേട്ടും കണ്ടൊക്കെ പഠിക്കുമ്പോൾ അത് ഇച്ചിരിയും കൂടി നല്ലതല്ലേ. അതപ്പം നമുക്ക് കുട്ടികൾക്ക് ഒരു പ്രകൃതിയുമായിട്ട് യോജിച്ച് പഠിക്കുമ്പം അത് ഇന്ററാക്ഷൻ ആയാലും അത് നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും.
ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് ബ്ലാക്ക് ബോർഡ് ഉണ്ട്, വടിയുണ്ട്, ടീച്ചറുണ്ട്, കുറെ കുട്ടികൾ ആൻസർ പറയുന്നു, അതിന് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് ചേഞ്ച് ആവും. അത് ബ്ലാക്ക് ബോർഡ് ഇല്ലെങ്കിൽ അങ്ങനെ ഒരു യൂസേ ഉള്ളൂ, പുറത്ത് പോയിരുന്ന് പഠിച്ചിട്ട്. ഇപ്പൊ മിക്കവാറും സ്കൂളുകളിലൊക്കെ പുറത്തൊക്കെ കൊണ്ട് ക്ലാസ് എടുക്കാറുണ്ട്, പണ്ടത്തെ പോലെ തന്നെ. മോണ്ടിസോറിയിലാണ് കൂടുതലും. കണ്ടിട്ടില്ലേ, ക്ലേ ഒക്കെ വെച്ചിട്ട് കൈ വെച്ച് മണ്ണ് വെച്ച് കളിക്കുക, വെള്ളത്തിൽ കളിക്കുക, സ്വിം ചെയ്യാൻ വിടുക ഒക്കെ ഇപ്പൊ ഉണ്ട്. മോണ്ടിസോറിയിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ പ്രകൃതിയും കൂടി കുഞ്ഞുങ്ങൾ അറിഞ്ഞു പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ആദ്യം ബ്ലാക്ക് ബോർഡും ഒന്നും ഇല്ലായിരുന്നു. പണ്ട് നമ്മൾ സിനിമയിലെ കണ്ടിട്ടില്ലേ, മുനിയൊക്കെ ഇരുന്ന് എന്തെങ്കിലും സംസ്കൃതമൊക്കെ വായിക്കുമ്പം അത് കേട്ടിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. അപ്പൊ കേട്ട് നമുക്കത് മെമ്മറി പവർ കൂടും, അണ്ടർസ്റ്റാൻഡബിൾ ആണ്. പിന്നെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പൊ വിഷ്വലൈസ് ചെയ്ത് നമ്മൾ തന്നെ ചിന്തിച്ചത് പഠിക്കുകയാണത്. ഇത് പെട്ടെന്ന് ഇപ്പോഴത്തെ സ്മാർട്ട് ക്ലാസ് റൂം ആണെങ്കിൽ എൻ്റെ മോൻ്റെ സ്കൂളിൽ ലീഡ് കരിക്കുലമാണ്. അവിടെ നിന്ന് വെച്ചാൽ സ്കൂളിലെല്ലാം എന്താ നോട്ട് ഒന്നും ടീച്ചറിൽ എളുപ്പത്തിന് ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യാറേ ഇല്ല. അവർ പെട്ടെന്ന് എന്ത് ചെയ്യും, ടി വി ഉണ്ട്, വലിയ ടി വി ഉണ്ട്, ടി വിക്കകത്ത് കൊടുക്കും. ടി വിക്കകത്ത് കൊടുക്കുമ്പോൾ ആ ക്ലാസ് ഏകദേശം ഒരു 5-6 കുട്ടികൾക്ക് ക്ലാസ് ഓൾറെഡി ഉണ്ട്. അവർ കൂടുതൽ ആൾക്കാരും കാണാനും പറ്റത്തില്ല. ഇവരിങ്ങനെ നമ്മൾ തന്നെ മനസ്സിലാവുമല്ലോ, സ്ക്രീൻ നോക്കിയിരുന്ന് എഴുതുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട്. ടീച്ചർമാർ എന്ത് ചെയ്യും, എളുപ്പത്തിന് ഇവിടെ ഒരു ടാബിനകത്ത് ഇട്ട് അതിനകത്ത് കാണിച്ച് കുറേ പേര് എഴുതും, കുറേ പേര് എഴുതത്തില്ല, അങ്ങനെ പോകുന്നു. അപ്പൊ സ്മാർട്ട് ക്ലാസ് റൂം വരുമ്പം കുറേ ബെനിഫിറ്റും ഉണ്ട്, അതിലേറെ തന്നെ ദോഷങ്ങളും ഉണ്ട്. അതിൽ ഏറ്റവും വലുതാണ് നമുക്ക് കണ്ണിനുണ്ടാകുന്ന ആ കാഴ്ചക്കുറവ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെ. ഞാൻ എല്ലാ PTA മീറ്റിങ്ങിലും ഞാൻ അവിടെ പറയാറുണ്ട്. കാര്യം ഇപ്പം മുതൽ പിള്ളേർ സ്ക്രീൻ യൂസ് ചെയ്ത് എത്ര നാൾ നമ്മൾ യൂസ് ചെയ്യും? എല്ലാം എന്തായാലും സിസ്റ്റം ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ ഓൾറെഡി എല്ലാ വർക്കും നമ്മൾ ഏകദേശം ഉള്ള വർക്കുകളായാലും ഇനി മുന്നോട്ട് പോകുമ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിളും അവർക്കൊരു ഫ്രീയാ. PT പീരീഡ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, നമുക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും ഇഷ്ടമുള്ള കാര്യം എന്താ? പുറത്ത് പോയി കളിക്കാം, കിളികളെ കാണാം, പൂക്കളെ കാണാം, ഓടാം. അപ്പൊ നമ്മൾ പുറത്തിരുന്ന് ക്ലാസ് എടുക്കുമ്പം ആ ബോർഡ് ഇല്ലാതെ ഫ്രീ ആയിട്ട് ടീച്ചറും ഫ്രീ ആയിരിക്കും, കുഞ്ഞുങ്ങളും ഫ്രീ ആയിരിക്കും. അപ്പൊ ആ ഒരു ഇന്ററാക്ഷൻ നല്ലതായിരിക്കും. അതാണ് അതിന്റെ ലിമിറ്റേഷൻസ്. പക്ഷെ നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ പഠിക്കാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ മാത്സിന് ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ അത് ഓൾറെഡി പുറത്ത് സിറ്റ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ എത്രയും ബോർഡ് നമ്മൾ പഠിച്ചു, റോളിംഗ് ബോർഡ്, സ്റ്റാൻഡ് ബോർഡ്, അങ്ങനെയുള്ള ബോർഡൊക്കെ സെറ്റ് ചെയ്ത് വേണമെങ്കിൽ പുറത്തിരുന്നും പഠിക്കാം. അതാണ് ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യേണ്ട സമയത്ത് യൂസ് ചെയ്യണം, അല്ലാതെ നമുക്ക് മൈൻഡ് ഫ്രഷ് ആവും. അതാണ് അതിന്റെ ഒരു നേട്ടം എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റാണോ? ഒരു കാര്യം കൂടെ ചോദിക്കാൻ, നമ്മൾ ഈ സ്മാർട്ട് ബോർഡ് സ്മാർട്ട് ക്ലാസ് മീൻസ് ഈ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിൽ ഞാൻ കണ്ടെത്തോടെ TVക്കകത്തല്ലാതെ അവർ പ്രൊജക്ടർ വഴിയല്ലേ നമ്മളെ കാണിക്കുന്നത്, പിള്ളേരെ പഠിപ്പിക്കുന്നത്? TVക്കകത്തല്ലല്ലോ. അല്ല, TV ഉണ്ട് കേട്ടോ, TV ഉണ്ട്. ഞങ്ങളുടെ ഇവിടുത്തെ സ്കൂളിൽ എല്ലാ ക്ലാസ്സും, അത് LKG മുതൽ എല്ലാ ക്ലാസ്സും ഉണ്ട്. ബിക്കോസ് ഇപ്പൊ ഞാൻ പഠിച്ച സമയത്ത് സ്മാർട്ട് ക്ലാസ് ഉണ്ടായിരുന്നു. അതിന് എക്സ്ട്രാ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പ്രൊജക്ടർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രീൻ നമുക്ക് ഫുൾ വേൾഡിലാണ് നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. കാണാനായിട്ട് അത് കണ്ണിനൊക്കെ സ്ക്രീൻ കൊടുക്കേണ്ട ആവശ്യമില്ല. TV ആകുമ്പോൾ ചെറുതാണല്ലോ, മറ്റേതാകുമ്പോൾ പ്രൊജക്ടറിലും ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കാര്യം മോണ്ടിസേരി ഈ നമ്മളുടെ സ്മാർട്ട് ക്ലാസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ കുഞ്ഞു പിള്ളേരെ മോണ്ടിസറി ടീച്ചിങ് മെത്തേഡിൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ബ്ലാക്ക് ബോർഡിൽ ഇല്ലെങ്കിൽ നമ്മൾ റോളിംഗ് ബോർഡിൽ ഇല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് ബോർഡിൽ നമ്മൾ എഴുതി പഠിപ്പിക്കുമല്ലേ പ്രിഫർ ചെയ്യുന്നത്? അതോ സ്മാർട്ട് ക്ലാസ് വഴി പഠിപ്പിക്കാനാണോ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്? മോണ്ടിസോറി നമ്മൾ യൂസ് ചെയ്യുന്നത്, മോണ്ടിസോറി സ്റ്റുഡൻസിന് കുഞ്ഞുങ്ങളെ നമ്മൾ എപ്പോഴും എൻവയോൺമെന്റുമായിട്ട് മിക്സ് ചെയ്ത് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ക്ലാസ് ഇരുത്തി ഫസ്റ്റ് വാങ്ങി അതായത് ഇത് ചെയ്യണം എന്നുള്ള രീതിയിലല്ല മോണ്ടിസോറി മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജിഷാമ്മയും പറഞ്ഞാണ്, അത് മാർക്കിനല്ല നമുക്ക് പ്രയോറിറ്റി നൽകുന്നത്, കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അവർക്ക് ഇപ്പം എന്താ എൻവയോൺമെന്റ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണ്ണ്, വെള്ളം, അങ്ങനെയൊക്കെ രീതിയിൽ നല്ലോണം അവർക്ക് മനസ്സിലായിട്ട് പഠിക്കുന്നത്. അപ്പൊ അവിടെ ബ്ലാക്ക് ബോർഡ് ഒരു സ്റ്റേജ് എത്തുമ്പോൾ യൂസ് ചെയ്യണമായിരിക്കും, എന്തെങ്കിലും പിക്ചറൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അല്ലാതെ മസ്റ്റായിട്ടും LKG മുതൽ PKG പിള്ളേർക്ക് ബ്ലാക്ക് ബോർഡിന്റെ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. അവർ കളിക്കേണ്ട പ്രായമല്ലേ, 3 വയസ്സെന്നൊക്കെ പറയുന്നത്. അപ്പൊ അവരുടെ ആ ഒരു പ്രായത്തിൽ കളിച്ച് അതോടൊപ്പം തന്നെ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ട് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. മീൻസ് ആക്ടിവിറ്റി ബേസ്ഡ് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട്.
ആക്ടിവിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇവിടെ. ആക്ടിവിറ്റി ആണോ മോണ്ടിസോറിയുടെ അറിയില്ല. അതല്ലേ നമ്മളിപ്പോൾ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ടൺസ് ഇടുന്നത് എങ്ങനെയാണ്, ഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആഹാരം കഴിക്കുന്നത് എങ്ങനെയാണ്, ഇതൊക്കെയാണ് അവർ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. നമ്മൾ ബേസിക് കാര്യങ്ങൾ, നമ്മൾ ഡ്രസ്സിങ് സ്റ്റൈല്, നമ്മൾ എങ്ങനെ പെരുമാറണം, നമുക്ക് എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ആവണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്നത്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിച്ചു എന്നോളും. മാതാപിതാക്കളാണ് കൂടുതൽ പ്രഷർ ഏൽക്കുന്നേ ഉള്ളൂ. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മോണ്ടിസോറി ഫസ്റ്റ് ഓഫ് ഓൾ പ്രാതിനിധ്യം നൽകുന്നത്. ഓക്കെ സുബി. വ്യാഴാഴ്ച ആയിരിക്കും നമ്മുടെ ക്ലാസ്. വ്യാഴാഴ്ച തേർഡ് ഗ്രൂപ്പിലാണോ മഞ്ജുരാജ് ഉള്ളത്? മഞ്ജുരാജ് തേർഡ് ഗ്രൂപ്പ് അല്ലെ? ഫോർത്ത് ഗ്രൂപ്പ് മഞ്ജുവിന് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു ഈ ആഴ്ച. അപ്പൊ ഫോർത്ത് ഗ്രൂപ്പ് ആൻഡ് ഫിഫ്ത് ഗ്രൂപ്പ് റെഡി ആയിട്ടിരിക്കാം കേട്ടോ. സൂര്യക്ക് മാത്രം ടോപ്പിക് കിട്ടാത്തുള്ളോ? വേറെ ആർക്കെങ്കിലും ഉണ്ടോ കിട്ടാത്തത്? സൂര്യ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ നെക്സ്റ്റ് വരുമ്പോടൊന്ന് പറയാം കേട്ടോ. ടോപ്പിക് തരാം. മിസ്സേ ഞങ്ങളുടെ സെമിനാർ നന്നായിരുന്നു. സെമിനാർ നന്നായിരുന്നു. എല്ലാം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? നന്നായിരുന്നു കേട്ടോ. ഒക്കെ റിപ്പോർട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നിങ്ങൾ നെറ്റിൽ നിന്നെടുത്ത ഇൻഫർമേഷൻസ് അത് ഇവിടെ ഗ്രൂപ്പിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കും. എക്സ്ട്രാ പോയിന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എഴുതി പഠിച്ചോട്ടെ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു മാം. നെക്സ്റ്റ് വ്യാഴാഴ്ച സെമിനാർ എടുക്കേണ്ടത് തേർഡ് ഗ്രൂപ്പിന് സൗകര്യം പറഞ്ഞുകൊണ്ട് ഫോർത്ത് ഗ്രൂപ്പ് ഒരുക്കിയിട്ട് വരാം കേട്ടോ. അവരുടെ പെട്ടെന്ന് എടുത്ത് കഴിയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. സൈൻ ഔട്ട് ആരാ? സൈൻ ഔട്ട്. ഓക്കെ, 3 പേരുണ്ടല്ലേ? നിത്യ, സൂര്യ, കാർത്തിക. ഓക്കെ, അവർക്ക് ഞാൻ നെക്സ്റ്റ് ഡേ തരാം കേട്ടോ. ടോപ്പിക് ഒന്ന് ഓർമ്മിച്ചാൽ മതി. ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. ഇന്ന് സെക്കൻഡ് ഗ്രൂപ്പിന്റെ സെമിനാർ ആയിരുന്നു. ഫ്ലോറിങ്, പിന്നെ ബ്ലാക്ക് ബോർഡ് ആയിരുന്നു ടോപ്പിക്. അവര് 3 പേര് നന്നായിട്ട് എടുത്തു. മിസി, വിദ്യ, മായ 3 നന്നായിട്ട് എടുത്തു. അപ്പൊ അവർക്കും എന്റെ കൂട്ടുകാർക്കും റോസ് മാമിനും താങ്ക് യു. ചിക്കു ഒന്ന് എഴുതി വെച്ചോളൂ അവരുടെ പേര്. സെമിനാർ ടോപ്പിക് കിട്ടാത്തവര് കാർത്തിക, സൂര്യ, നിത്യ. ഓക്കെ, അവർക്ക് നെക്സ്റ്റ് ഡേ ഞാൻ തരാം, സെമിനാർ ടോപ്പിക് തരാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ഗ്രൂപ്പായിട്ട് 11 ഗ്രൂപ്പല്ലേ നമ്മളുണ്ടായിരുന്നത്? 12ാമത്തെ ഗ്രൂപ്പായിട്ട് ഒന്ന് ഇവരൊന്ന് എഴുതി വെച്ചോളൂ. ആരെങ്കിലും ഒന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. ഹായ്.